അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അഷ്റഫുൽ ഖൽഖി അംബിയാഇ വൽ മുർസലീൻ റബ്ബി സിദ്നി ഇൽമൻ നാഫിയൻ വഅമലൻ മുതഖബ്ബലൻ റിസ്കൻ ഹലാലൻ ത്വയ്യിബൻ ഖുലൂബൻ ഖാശിയ യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ അമ്മാ ബഅദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു മൈ ബിലവഡ് സിസ്റ്റേഴ്സ്. അതായത് നമ്മുടെ ഇന്നത്തെ വിഷയം സിറാത്ത് പാലാണ് അല്ലേ. അത് നമ്മളൊക്കെ കുറേ കുഞ്ഞു നാളിലേ കേട്ട് മടുത്തൊരു ഇതാണ്. സിറാത്ത് പാലത്തിനെ കുറിച്ചിട്ട് പല പാട്ടുകളും പല ഐതിഹ്യങ്ങളും കേൾക്കാം. പക്ഷെ അതിലൊക്കെ എത്രമാത്രം ശരിയുണ്ടെന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം അല്ലേ, ഇൻഷാ അല്ലാഹ്. അബൂ ഹുറൈറ റളിയല്ലാഹുവിൽ നിന്ന് നിവേദനം ചെയ്ത ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, സിറാത്ത് നരകത്തിന് മുകളിൽ സ്ഥാപിക്കപ്പെടും. മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസ്. അപ്പം ഓൾറെഡി അങ്ങനെ ഒരു സാധനം ഇല്ല, അത് താൽക്കാലികമായിട്ട് കൊണ്ടുവെക്കുന്ന. ഷംസി ഒന്ന് മ്യൂട്ടാക്കണേ, ഷംസിയാസിസ്. അപ്പോൾ സിറാത്ത് പാലം എന്ന് പറയുന്നത് ആ സന്ദർഭത്തിൽ അതിൻ്റെ അവസരത്തിൽ അള്ളാഹു കൊണ്ടുപോയിട്ട് ഫിറ്റ് ചെയ്യുന്നതാണ് അല്ലേ. അപ്പം തന്നെ നമുക്ക് അതിൻ്റെ ഒരു മിറാക്കിൾ മനസ്സിലാകും. നമ്മളിവിടെയൊക്കെ ഒരു പാലം ഉണ്ടാക്കണമെങ്കിൽ എത്ര കാലം മുമ്പേ ആപ്ലിക്കേഷൻ കൊടുക്കണോ, അതിന് എൻക്വയറി വരണം, ഫോട്ടോ എടുക്കണോ, എന്നൊരു പൈസ ശരിയാവണോ, അതിൻ്റെ ഇടയ്ക്ക് രാഷ്ട്രീയക്കാർ പല കളിയും കളിക്കൂലേ, അങ്ങനെ പല ഷെറുകളും അതിലുണ്ടാവും. എന്നാൽ തന്നെ പാലം ഉണ്ടാവണം എത്ര കാലം പിടിക്കും. അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം ഇത് ആറാത ചെയ്യാൻ കൊണ്ടുപോയേക്കുമല്ലോ. എന്തെങ്കിലും കാര്യം ഒരു ഉദ്ദേശിച്ചാൽ ഉണ്ടാവുക എന്ന് പറയുക മാത്രമേ വേണ്ടൂ. അപ്പോൾ അവിശ്വാസികൾക്കും അള്ളാഹുവിൽ പങ്കുചേർത്തവർക്കും നരകത്തിൽ പ്രവേശിക്കുന്നതിന് സിറാത്ത് പാലത്തിലൂടെ കടക്കേണ്ടതില്ല. അവരെ സിറാത്ത് പാലത്തിൽ പ്രവേശിക്കാതെ തന്നെ നരകത്തിലേക്ക് തള്ളുകയാണ് ചെയ്യുന്നത്. അക്കൂട്ടരെ നരകത്തിലേക്ക് തെളിയിക്കാനും നയിക്കാനും അള്ളാഹുവിൻ്റെ കൽപ്പനയുണ്ടാവും. അപ്പോൾ രണ്ട് വിഭാഗം ആർക്കെല്ലാണ് സിറാത്ത് പാലം യൂസ്ഫുൾ ആവുകയെന്ന് വെച്ചാൽ വിശ്വാസികളും പിന്നെ മുനാഫിക്കുകളുമാണ്. ആ രണ്ട് വിഭാഗത്തിനാണ് ഈ സിറാത്ത് പാലത്തിൽ കൂടെ കടക്കാനുള്ള ചാൻസ് കിട്ടുക. അതായത് വിശ്വസിച്ചു, പക്ഷെ അവരിൽ പല തെറ്റുകളും, കടം വാങ്ങിയിട്ട് കൊടുക്കാണ്ടിരിക്കും, പിന്നെ ആരെങ്കിലുമൊക്കെ കുറ്റം പറയും, അങ്ങനെ പല തെറ്റുകളും. സമയം അവർ വിശ്വാസികളാണ്. അങ്ങനെയുള്ള ആളുകൾക്കാണ് സിറാത്തുമ്മ കൂടെ പോകാനുള്ള അനുമതി ലഭിക്കുക. വനസൂഖുൽ മുജ്രിമീന മുനീറ ഒന്ന് മ്യൂട്ടാക്കണേ. വനസൂഖുൽ മുജ്രിമീന ഇലാ ജഹന്നമ വിർദ. കുറ്റവാളികളെ ദാഹാർത്ഥമായ നിലയിൽ നരകത്തിലേക്ക് നാം തെളിച്ചു കൊണ്ടുപോവുക ചെയ്യുന്ന ദിവസം അല്ലേ. അന്നേ ദിവസം ഖുർആൻ സാക്ഷ്യപ്പെടുത്തുന്ന വചനാണ്. ഭയങ്കര ദാഹിച്ചും കൊണ്ട് അവരെ നരകത്തിലേക്ക് ഇങ്ങനെ ആട്ടിത്തെളിച്ചിട്ട് നമ്മളെ പിന്നെ ചെമ്മരിയാടിൻ കൂട്ടങ്ങളെ കൊണ്ടുപോകുന്ന കണ്ടിട്ടില്ല, അതുപോലെ ഇങ്ങനെ കൊണ്ടുപോകും. അതുപോലെ ഒന്നല്ല, ഭയങ്കര ഭീകരമായ രൂപമാണ്. ഇഖ്റ ബിസ്മി തന്നെ പറയുന്നുണ്ടല്ലോ അല്ലേ. വയോമ യുഷറു അഅദാഉല്ലാഹി ഇലന്നാരി ഫഹും യൂസഊൻ. അള്ളാഹുവിൻ്റെ ശത്രുക്കളെ നരകത്തിലേക്ക് കൊണ്ടുപോകാനായി വിളിച്ചു കൂട്ടുകയും എന്നിട്ട് അവരെ തെളിച്ചു കൂട്ടി കൊണ്ടുപോവുകയും ചെയ്യുന്ന ദിവസം ശ്രദ്ധേയമാകുന്നു. അപ്പം അങ്ങനെ ഓരോ ആയത്തിലൂടെയും നരകത്തിലേക്ക് ഇടുന്ന ആൾക്കാരെ സിഫാത്തുകളൊക്കെ അള്ളാഹു വർണ്ണിച്ചിട്ടുണ്ടല്ലേ. മഹാദല്ലാ, അത്തരക്കാരിൽ നമ്മളെയൊന്നും അള്ളാഹു ഉൾപ്പെടുത്താണ്ടിരിക്കട്ടെ. സ്വർഗം നൽകി അനുഗ്രഹിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. ഇത്രയും വേഗത്തിലെ കുന്നോളം പ്രകാശത്തിൽ കൊടുങ്കാറ്റിൻ്റെ വേഗതയിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മൾ സിറാത്ത് പാലം കടത്തി തരട്ടെ. ആമീൻ. വസീഖല്ലദീന കഫറൂ ഇലാ ജഹന്നമ സുമറ. രണ്ട് ടൈപ്പ് ആയത്തുകളും ഉണ്ട് പിന്നെ സുമറിൽ. അതായത് സത്യവിശ്വാസികളെ പിന്നെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നതിനെ കുറിച്ചിട്ടും പിന്നെ അവിശ്വാസികളെ നരകത്തിലേക്ക് പിന്നെ കൂട്ടമായി കൊണ്ടുപോകുന്നതിനെ കുറിച്ചിട്ടും രണ്ടും പറയുന്നുണ്ട്. അപ്പം അവിശ്വാസികളെയും അള്ളാഹുവിൽ പങ്കു ചേർത്തവരെയും നരകത്തിലേക്ക് ഒരുമിച്ച് കൂട്ടപ്പെട്ട് ഇട്ട് കഴിഞ്ഞാൽ, അതായത് തീരെ വിശ്വസിക്കാത്തവരെയും ഷിർക്ക് ചെയ്യുന്നവരെയും ബിദ്അത്ത് ചെയ്യുന്നവർ പറയുന്നില്ല, ഷിർക്ക് ചെയ്യുന്നവരെയും ഒരുമിച്ച് നരകത്തിലേക്ക് അങ്ങോട്ട് ഇടും. അവരെ സംബന്ധിച്ചിടത്തോളം ഒന്ന് സിറാത്ത് പാലത്തുമ്മ കയറി നോക്കട്ടെ, അവർ നടന്ന് നോക്കട്ടെ, അപ്പോൾ എത്തേക്കും. അങ്ങനത്തെ യാതൊരു ഓപ്ഷനും ഇല്ല, ഡയറക്റ്റ് തന്നെ നരകത്തിലേക്ക് ഇടുക. പിന്നെ ബാക്കി ഉണ്ടാവുക പ്രത്യക്ഷത്തിൽ അള്ളാഹുവിനെ മാത്രം ആരാധിച്ചിരിക്കുന്നവരായിരിക്കും. അവരിൽ മുനാഫിക്കുകളും ഉണ്ടായിരിക്കും. മുനാഫിക്ക് എന്ന് പറഞ്ഞാൽ കപടവിശ്വാസികൾ. അപ്പം അള്ളാഹുവിനെ മാത്രം ആരാധിച്ചിരുന്ന ഇക്കൂട്ടർക്ക് വേണ്ടിയാണ് സിറാത്ത് സ്ഥാപിക്കപ്പെടുക. അപ്പോൾ അള്ളാഹുവിനെ മാത്രം
പിന്നെ ആരാധിച്ച, അതായത് മുത്തക്കിയായ മുഅ്മിനായ ആളുകൾക്ക് വേണ്ടിയിട്ടാണ് സിറാത്ത് പാലം സ്ഥാപിക്കുന്നത് അല്ലേ. പക്ഷെ എന്നിരുന്നാലും എല്ലാവർക്കും ഒന്നും അതിൽ കയറിപ്പറ്റി അപ്പുറത്താനൊന്നും പറ്റൂല. അന്നേ ദിവസം പ്രവാചകന്മാർ മാത്രമാണ് സംസാരിക്കുന്നത്. വലാ യതകല്ലമൂന യൗമഇദിൻ അഹദുൻ ഇല്ല റസൂലു വകലാമുർ റസൂലു യൗമഇദിൻ. അന്നേ ദിവസം വേറെ ആരും സംസാരിക്കൂല, അവർ പ്രവാചകന്മാർ മാത്രമായിരിക്കും സംസാരിക്കുക. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സയുളറബു സിറാത്തു ബൈന ലഹറന ജഹന്നമ ഫഅകൂനു അവ്വല മിൻ യജൂസു മിനർ റസുലി ഉമ്മത്തിഹി. അതായത് സിറാത്ത് നരകത്തിൻ്റെ മേലെ സ്ഥാപിച്ചു കഴിഞ്ഞാൽ റസൂലുകളിൽ നിന്ന് എൻ്റെ സമുദായത്തെയും കൊണ്ട് ആദ്യം ഞാനായിരിക്കും കടക്കുന്നത്. അന്നേ ദിവസം അപ്പോൾ അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു ആഖിർ ഉമ്മത്താണ് അല്ലേ. എല്ലാ പ്രവാചകന്മാരും എല്ലാ നബിമാരും വന്നിട്ട് അവസാനമായിട്ട് വന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തായിരിക്കും വിചാരണക്കും ആദ്യം വിളിക്കപ്പെടുക. തുലാസിൽ മീസാനിൽ തൂക്കുന്ന അവസരത്തിലും നമ്മളായിരിക്കും മുമ്പിൽ. സ്വർഗത്തിൽ പ്രവേശിക്കാനും നമ്മളായിരിക്കും. അൽഹംദുലില്ലാ, മാഷാ അല്ലാ അല്ലേ. അള്ളാഹു പറയുന്നുണ്ടല്ലോ, കൊല്ലു ബനി ആദമ, പിന്നെ എന്താണ്, ആദം മക്കളെ ഞാൻ ആദരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഒരായത്തുണ്ടല്ലോ അല്ലേ. അപ്പോൾ ആദം മക്കളെ ആദരിച്ചിരിക്കുന്ന കൂട്ടത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നെ ഉമ്മത്തിനെ പ്രത്യേകമായിട്ട് അള്ളാഹു ഒരു സ്പെഷ്യൽ കാറ്റഗറിയിലാക്കിയിട്ട് നമ്മളെ ഏറ്റവും എല്ലാ കാര്യത്തിലും മുൻപന്തിയിലാക്കുന്നുണ്ട്. അതെ, വലക്കത് അത് ആലോചിച്ചിട്ട് കിട്ടിയില്ല. വലക്കത് കറംന ബനി ആദമ എന്നുള്ള ആ ആയത്തിലെ ആദം മക്കളെ ആദരിച്ചിരിക്കുന്നു. പക്ഷെ അതിന് എല്ലാത്തിനേക്കാളും ഒന്നും കൂടെ പവർഫുള്ളായിട്ട് പിന്നെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയൊക്കെ ചെയ്യുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിനെ ആയിരിക്കും. ഖായിമുൻ അലാ സിറാത്തിൻ യഖൂലു റബ്ബി സല്ലിം സല്ലിം. അതായത് ആ പിന്നെ സിറാത്ത് പാലത്തുമ്മൽ എത്തുമ്പോഴും പിന്നെ അതിൻ്റെ അടുത്തെത്തുമ്പോഴൊക്കെ നബിമാരൊക്കെ പറഞ്ഞ് സല്ലിം സല്ലിം, പഠിച്ചവനെ ഞങ്ങളെ രക്ഷിക്കണേ രക്ഷിക്കണേ എന്നുള്ള ഒറ്റൊരു ദുആ മാത്രമായിരിക്കും അവിടെ ഉണ്ടാവുക അല്ലേ. പിന്നെ വിചാരണയ്ക്ക് ശേഷം, അതായത് ഗ്രന്ഥങ്ങൾ പിന്നെ കണക്ക് നോക്കലുകളൊക്കെ കഴിഞ്ഞ ശേഷം തൂക്കി കഴിയുമ്പോൾ വിളിച്ച് പറയുന്ന ഒരാൾ വിളിച്ച് പറയും, അവർ ആരാധിച്ചവരുടെ പിറകെ പോകട്ടെ. അതായത് മുശ്രിക്കുകളോട് പറയും, നിങ്ങൾ ആരെയാണോ ആരാധിച്ചത് അവരെ കൂടെ പോകട്ടെ. ഇതാ കാന യൗമുൽ ഖിയാമ, അന്നേ ദിവസം പിന്നെ റബ്ബല്ലാതെ ആരാധിച്ചവർ പിന്നെ നരകത്തിൽ റബ്ബിനെ അല്ലാണ്ട് പല ദൈവങ്ങളെയും ആരാധിച്ചവർ അവരെ ദൈവങ്ങളോടൊപ്പം ആരാധിച്ച വിഗ്രഹങ്ങളോടും കല്ലുകളോടും സൂര്യനും ചന്ദ്രനും അങ്ങനെ എന്തെല്ലാം സാധനങ്ങളുണ്ടല്ലോ മനുഷ്യന്മാർ, അങ്ങനെ ആരാധിച്ച മനുഷ്യന്മാരെയൊക്കെ കൂടെ അവർ ദഖലന്നാരി, അവർ നരകത്തിൽ പ്രവേശിക്കുകയാണ് അല്ലേ. വല്ലദീന കഫറു ബി റബ്ബിഹിം അദാബു ജഹന്നമ വബിഅസൽ മസീർ. തങ്ങളെ നാഥനെ നിഷേധിക്കുന്നവർക്ക് നരകശിക്ഷയാണുള്ളത്. ആ മടങ്ങിച്ചെല്ലാനുള്ള ഇടം വളരെ മോശവും അത്ര അല്ലേ. അപ്പോൾ അള്ളാഹുവിനെ ധിക്കരിച്ച ഒരുപാട് ആളുകളുണ്ട്, അവർക്ക് നരകം തന്നെയാണ്. അതിങ്ങനെ ഒരുപാട് പ്രാവശ്യം ഖുർആനിൽ സ്വർഗം പറയുമ്പോഴൊക്കെ അതിനോട് ജോഡി ചേർത്ത് പറയുന്നുണ്ട്. പക്ഷെ എന്നിട്ടൊന്നും ആൾക്കാർക്ക് ഇത് ഇതുവരെ സമീറ പിന്നെ ഇത്രയൊക്കെ വിശദീകരിച്ച് സ്വർഗത്തിനെ പറ്റി പറയും പോലെ തന്നെ നരകത്തിനെ പറ്റി പറഞ്ഞിട്ടും ആൾക്കാർ ശ്രദ്ധിച്ചില്ല. പണ്ട് കാലത്താണെങ്കിൽ നമുക്ക് പരിഭാഷ അറിയില്ലായിരുന്നു, ഖുർആൻ്റെ അർത്ഥം അറിയില്ലായിരുന്നു, അതിൻ്റെ ഉള്ളിലെന്താ അതിൻ്റെ ഇതിവൃത്തം അറിയില്ല എന്നൊക്കെ പറഞ്ഞ് രക്ഷപ്പെടാമായിരുന്നു. ഇപ്പോഴങ്ങനാണോ? ഖുർആൻ്റെ പരിഭാഷയും അർത്ഥവും ഒക്കെ നമുക്ക് പകൽ വെളിച്ചം പോലെ വ്യക്തമാണ്. ഫോണിൽ വേണമെങ്കിൽ ഫോണിൽ, ടാബിലാണെങ്കിൽ അങ്ങനെ, ഇനിയിപ്പോൾ യൂട്യൂബ് എടുത്താലും വാട്സപ്പ് എടുത്താലും എല്ലാ രീതിയിലും വിജ്ഞാനം ഇങ്ങനെ നിറഞ്ഞ് തുളുമ്പാണ്. ഖിയാമത്ത് നാളിൻ്റെ ഒരലാമത്ത് പെട്ടതാണത്. വിജ്ഞാനം ദൂരവ്യാപകമാകലേ, എല്ലാ രീതിയിലും വിജ്ഞാനം നിറയും. ഇതാ ഉൽഖൂ ഫിഹാ സമീഉ ലഹാ ഷഹീഖൻ വഹിയ തഫൂർ അല്ലേ. നരകത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അവരിങ്ങനെ നരകം ഇങ്ങനെ ഗർജനത്തോടു കൂടി തിളച്ച് മറയും. നരകത്തിൻ്റെ ഒരവസ്ഥ, നരകത്തിന് ഭയങ്കര ക്ഷോഭമായിരിക്കും. തക്കാതു തമയ്യസു മിനൽ ഖൈൽ കുല്ലമാ ഉൽക്കിയ ഫീഹാ ഫൗജും സഅലഹും ഹസ്നതുഹാ അലം യഅതികും നദീർ.
അപ്പോൾ അങ്ങനെ നരകത്തിലേക്ക് ഇടുമ്പോൾ നരകം ഇങ്ങനെ 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 ഓങ്കാര ശബ്ദമാണ്, ഒരു ദേഷ്യം പിടിച്ച ശബ്ദമാണല്ലോ. ആ ശബ്ദത്തിൽ ഇങ്ങനെ പൊട്ടിത്തെറിക്കും, കുറേ കല്ലുകൾ പൊട്ടിത്തെറിക്കും, മനുഷ്യന്മാരുണ്ടാവും. വക്കൂതു ഹന്നാസു അൽ ഹിജാറ, അവിടെ കത്തിക്കപ്പെടുന്നത് മനുഷ്യന്മാരും കല്ലുകളുമാണ് അല്ലേ. അങ്ങനെ കത്തി കത്തി ഇങ്ങനെ 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 പൊട്ടിത്തെറിക്കുന്ന ഒരു ഭാഗത്ത് മനുഷ്യന്മാർ ഉടുതുണില്ലാണ്ട് കരഞ്ഞിട്ട് ഇങ്ങനെ എങ്ങനെ ഉണ്ടാവൂലേ. ഞങ്ങളൊന്ന് ആലോചിച്ച് നോക്കി നരകത്തിൻ്റെ ഒരവസ്ഥ. നമുക്ക് ഡ്രസ്സ് ഇട്ടിട്ട് തന്നെ എന്തെങ്കിലും ഒന്ന് തട്ടിയാലോ ചൂട് വെച്ചാലോ പൊള്ളിയാലോ ഒക്കെ എന്താ വേദന. അങ്ങനത്തെ ഒരു ഉടുതുണി ഇല്ലാണ്ട്, അതും ഒരു പീറ്റത്തെങ്ങിൻ്റെ അത്രയൊക്കെ നീളം ഉണ്ടാവുമല്ലോ, സ്കിന്നിൻ്റെ ഒക്കെ ഒരു വണ്ണം എന്താണോ അല്ലേ. ആ തൊലിയൊക്കെ ഇങ്ങനെ 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 കത്തി ഉരുകി 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 ഒലിച്ച് ഇങ്ങനെ പോന്നിട്ട് പിന്നെയും പുതിയ പോലെ തൊലി ഉണ്ടാവും. എന്താണ് അവിടുത്തെ ഒരവസ്ഥ എന്നാണ്. അപ്പോൾ അവിടുത്തെ കാവൽക്കാർ, പാറാവുകാരായ മലക്കുകൾ ചോദിക്കും പോലെ, അലം എഴുത്തിക്കും നദീർ, നിങ്ങളടുത്തൊന്നും മുന്നറിയിപ്പുകാർ വന്നിട്ടില്ലേനോ, അതായത് പ്രവാചകന്മാരൊന്നും എത്തിയിട്ടില്ലേനോ എന്ന്. അപ്പോൾ അവർ മറുപടി പറയും, കാലൂ ബലാ കത് ജാഅനാ, നമ്മളടുത്തും വന്നിട്ടുണ്ട് നദീറും ഫകസ്സബ്നാ ഫഖുൽന, നാം അവരെ കളവാക്കി. മാത്രമല്ല വഖുൽന മാ നസ്സലല്ലാഹു മിൻ ഷൈഇൻ ഇൻ അൻതും ഇല്ലാ ഫീ ളലാലിൻ കബീർ. അങ്ങനത്തെ ഒരു ബുക്കൊന്നും ഖുർആനൊന്നും ഇറങ്ങിയിട്ടൊന്നുമില്ല. അതൊന്നും മനുഷ്യൻ, അതൊക്കെ വല്ല വട്ടുള്ളോലൊക്കെ വായിക്കുന്നതാണ്, നിസ്കരിക്കുന്നോർക്ക് പിന്നെ വേറെ പണിയൊന്നും ഇല്ലായിട്ട് നിസ്കരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് കണ്ണിറക്കി കാണിച്ച് പുറകിൽ നിന്ന് കളിയാക്കുന്ന വിഭാഗം ആൾക്കാരായിരിക്കും. സെമീറ ഒന്ന് ഓഫാക്കണേ. അപ്പോൾ അങ്ങനെ കളിയാക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. അവരാണ് അന്ന് നരകത്ത് പോവുക അല്ലേ. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ അല്ലേ. അള്ളാഹുവിൻ്റെ ഓരോ റോളുകളും അല്ലേ നമ്മുടെ ജീവിതത്തിൽ മാക്സിമം തഖുല്ലാഹ ഹത്താ മനിസ്തത്താത്തു, നിങ്ങൾക്ക് സാധിക്കാവുന്നത്ര അല്ലേ, എത്ര കഴിയും അത്രയും ജീവിതത്തിൽ പകർത്തുക അല്ലേ. അപ്പം തൗബ ചെയ്യാത്തവൻ, കാഫിർ, മുശ്രിക്ക്, നരകത്തിന് അതല്ല, കാഫിറിനും മുശ്രിക്കിനൊന്നും നരകത്തിൽ നിന്ന് ഒരു മോചനവും ഇല്ല തൗബ ചെയ്യാത്തോൽ കേട്ടോ. തൗബ ചെയ്തോൽക്കാണെങ്കിൽ എന്തെങ്കിലും ഒരു പോംവഴി അള്ളാഹു കാട്ടിക്കൊടുക്കും. ഹും ഫിഹാ ഖാലിദൂൻ, അവർ ശാശ്വതവാസികളാണ്. യൗമ യദ്ഖൂന ഇലാ നാരി ജഹന്നം അല്ലേ, അവർ പിന്നെ അല്ല നരകത്തിലേക്ക് അവർ പിടിച്ച് തള്ളി, ശക്തിയായിട്ട് പിടിച്ച് തള്ളി ഊക്കിലിടുക ചെയ്യല്ലാണ്ട് നരകത്തിലേക്ക് ആരും സ്വമേധയാ അങ്ങ് പോവുകയൊന്നുമില്ല. അപ്പോൾ ഇവിടുത്തെ പ്രധാനമന്ത്രി ആവട്ടെ, ഇവിടുത്തെ കോടീശ്വരനാവട്ടെ, ലോക ധനാഢ്യന്മാരിൽ ഫസ്റ്റ് റാങ്കുള്ള ആളാവട്ടെ, ആരായാലും അള്ളാൻ്റെ അടുത്തില്ല അതൊന്നും ഒരു 5 പൈസക്കും വിലയില്ല അല്ലേ. അങ്ങനെ ഇവിടെ എന്തെങ്കിലുമൊക്കെ കൊലപാതകം ചെയ്താലും വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാലും ഒക്കെ പിന്നെ അവൻ്റെ പിതാവ് എന്തെങ്കിലും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലോ അല്ലെങ്കിൽ മന്ത്രി ആരെങ്കിലും ആണെന്നൊക്കെ പറഞ്ഞാൽ ആ കേസ് കുറേ നീട്ടി വലിച്ചു കൊണ്ട് ഇല്ലാവല്ലാണ്ടാക്കാനൊക്കെ അവർ പൈസ കൊണ്ട് സാധിക്കും. അങ്ങനത്തെ യാതൊരു കാര്യവും നടക്കാത്ത, ഒരു അനീതിയും അക്രമവും നടക്കാത്തൊരു ദുനിയാവാണ്, ലോകമാണത്. അപ്പോൾ സിറാത്ത് പാലത്തിലൂടെ കടക്കുന്നവർ ആരല്ല. അപ്പോൾ സിറാത്ത് പാലം എന്ന് പറയുന്നത് ഇങ്ങനെ കൊണ്ട് വെച്ച് ഈ വിചാരണ ഒക്കെ കഴിഞ്ഞ് വന്ന് ആൾക്കാർ നിൽക്കുക. അപ്പോൾ സിറാത്ത് പാലം കൊണ്ട് വെച്ചിട്ട് അതിലൂടെ വിശ്വാസികളും മുഅ്മിനുകളുമാണ് കടക്കുന്നത്. അതായത് വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ വിശ്വാസി പാപം ചെയ്തവരുണ്ടാവും, പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ ചെയ്തിട്ടുണ്ടാവും, പക്ഷെ അവർ കുഫർ ചെയ്തിട്ടുണ്ടാവില്ല അല്ലേ, അള്ളാഹിനെ നിഷേധിച്ചിട്ടുണ്ടാവില്ല, പിന്നെ ഇത് പങ്ക് ചേർത്തിട്ടും ഉണ്ടാവില്ല. അങ്ങനത്തെ ആളുകളായിരിക്കും ഈ ഇതിലൂടെ കടന്നു പോവുക. അപ്പോൾ കാഫിറുകളും മുശ്രിക്കുകളും ഓൾറെഡി നരകത്തിലേക്ക് എറിയപ്പെട്ടു. പിന്നെ സിറാത്ത് പാലത്തിൽ ബാക്കിയുള്ളവർ അള്ളാഹുവിനെ മാത്രം ആരാധിച്ച് വരുന്നവരും അവരോടൊപ്പം പിന്നെ ഇവരും, ഇതാണ് മുനാഫിക്കുകൾ അല്ലേ. അള്ളാഹ് ആരാധിക്കും, നിസ്കരിക്കും, പക്ഷേ കപടവിശ്വാസികൾ ഓല് എവിടെ എത്തിയാലും ഓലെ സ്വഭാവം ഓല് പുറത്ത് കാണിക്കാതെ നിൽക്കില്ല. അപ്പം മോമിനുകൾക്ക് യഥാർത്ഥ വിശ്വാസം പാലിക്കുന്ന മോമിനുകളും മുസ്ലിങ്ങളിൽ അത് പാലിക്കാണ്ട് ചില തെറ്റുകൾ അബദ്ധങ്ങളൊക്കെ ചെയ്തു പോയവരും അള്ളാഹുവിൻ്റെ വിഷയത്തിൽ അള്ളാഹുവിൻ്റെ ദീനീപരമായ കാര്യങ്ങളിൽ ആ നിസ്കരിക്കും, നോമ്പടിക്കും, വയസ്സുള്ളതുകൊണ്ട് ഒരു ഹജ്ജും ചെയ്ത്, അങ്ങനെ സക്കാത്ത് അതെപ്പോഴെങ്കിലും, സദക്കാണെങ്കിൽ അതിലും കുറച്ച്, അങ്ങനെയുള്ള ഒരു ടീമുകൾ. അപ്പം അങ്ങനെയുള്ള ആളുകളൊക്കെ ആയിരിക്കും ഈ പാലത്തിലേക്ക് വരിക അല്ലേ. ഇന്ന ഷിർക്കൽ ഉൽമുൻ അലയും, ഷിർക്ക് എന്ന് പറയുന്നത് നമുക്കറിയാം പിന്നെ ലോകത്തിലേക്ക് വെച്ച് അള്ളാഹു ഒരിക്കലും പൊറുക്കപ്പെടാത്ത പാപമാണ് അല്ലേ. ലുക്മാൻ നബി അലൈഹിസ്സലാം അദ്ദേഹത്തിൻ്റെ മോനോട് പറഞ്ഞതല്ലേ, ഇന്ന ഷിർക്കൽ ഉൽമുൻ, അത് ഷിർക്ക് എന്ന് പറയുന്നത് ഭയങ്കര പാപമാണ്. അതായത് ഉമ്മാനെ വ്യഭിചരിക്കുന്നതിനേക്കാൾ വലുതായിട്ട് അള്ളാഹു കാണപ്പെടുന്ന ഒരു വലിയൊരു പാപമാണ് ഷിർക്ക്. അങ്ങനെ
അവർ അങ്ങനെ ഇത് കഴിയുമ്പോൾ അള്ളാഹു വരും, വിചാരണയൊക്കെ കഴിഞ്ഞിട്ട് ഇവരുടെ മുമ്പിൽ വരും. ആരെ? സിറാത്ത് പാലത്തിലേക്ക് കടക്കാൻ തയ്യാറായി നിൽക്കുന്ന മുമ്പിൽ. അതും അള്ളാഹു ഒരു പരിചയമില്ലാത്ത രൂപത്തിലായിരിക്കും വരിക. അപ്പോൾ കാല സുബ്ഹാനഹു വതആല അള്ളാഹു പറയും, ഞാനാണ് അന റബ്ബുക്കും. അപ്പോൾ ആൾക്കാർ പറയല്ല, നീയല്ല റബ്ബ്, നീയല്ല റബ്ബ് എന്ന് പറയുമല്ലേ. അപ്പോൾ അള്ളാഹു ചോദിക്കും, നിങ്ങൾക്ക് എന്നെ തിരിച്ചറിയാൻ, എന്നെ റെക്കഗ്നൈസ് ചെയ്യാൻ വല്ല സിഗ്നലുണ്ടോ, എന്തെങ്കിലും അടയാളം ഉണ്ടോ? പിന്നെ റബ്ബിൻ്റെ കണങ്കാല് വെളിവാക്കി വരുമെന്ന് പറയും. അപ്പോൾ അവരുടെ കയ്യിലുള്ള ഒരു അടയാളം അത് മാത്രമാണല്ലേ. പിന്നെ അള്ളാഹുവിനെ കുറിച്ച് നമ്മുടെ ചിന്തയിൽ എന്തൊക്കെ ഉണ്ടെന്നല്ലാണ്ട് യഥാർത്ഥത്തിലുള്ള ഒരു അള്ളാഹ് എന്താണെന്ന് നമുക്ക് ആലോചിച്ചാൽ പിടികിട്ടുന്ന രീതിയിലുള്ള വ്യക്തമായ തെളിവുകളൊന്നും ഇല്ല അല്ലേ. അപ്പോൾ അള്ളാഹു പറയുമല്ലോ, അന റബ്ബുക്കുമുൽ ആല, ഞാനാണ് നിങ്ങളെ റബ്ബ് എന്ന് പറഞ്ഞ് വരും. അപ്പോൾ അവർ ഭയങ്കര സന്തോഷമായിരിക്കും. അപ്പോൾ ഉലായിക്ക ഹിസ്ബുല്ലാഹി, അള്ളാഹുവിൻ്റെ പാർട്ടിക്കാരായിരിക്കും അവിടെ എല്ലാവരും വന്നിട്ടുണ്ടാവും അല്ലേ. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വതആലയെ കാണുന്ന ആ രംഗം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയില്ലേ. വിചാരണയിൽ എങ്ങനെയല്ലോ തുലാസിലൊക്കെ കുറച്ച് കനം തൂങ്ങി രക്ഷപ്പെട്ട് അവിടെ എത്തി നോക്കുമ്പോൾ അള്ളാഹു സിറാത്ത് പാലത്തിൻ്റെ ഒരു അവസ്ഥ എന്താണെന്ന് വെച്ചാൽ, പഠിച്ചോനെ, ഇപ്പോൾ കൂരിട്ടാക്കി ഒരു ഭയങ്കര മിറാക്കിൾ എന്ന് തന്നെ പറയണം. സാധാരണഗതിയിൽ ഇപ്പോൾ ഒരു രാത്രിയിൽ ഒരു ഇരുട്ടത്ത് നമ്മളൊരു പ്ലേസിൽ എത്തിപ്പെട്ടാൽ ഒരു 4-5 ആൾക്കാരുണ്ട്, 5 ആൾക്കാർക്കും ഇരുട്ടായിരിക്കും അല്ലേ. പക്ഷേ സിറാത്തിലെ ഒരവസ്ഥ അതല്ല. അവിടെ ഇപ്പം ഒരു മുനാഫിക്കാണെന്ന് വിചാരിച്ചോളൂ, അയാൾക്ക് തീരെ വെളിച്ചം ഉണ്ടാവില്ല. പക്ഷെ കുറച്ച് ഇബാദത്ത് ചെയ്ത ഒരു മനുഷ്യനാണെന്ന് വിചാരിച്ചോളൂ, അയാളെ കാലിൻ്റെ ചിന്നംപല്ലിൻ്റെ അവിടെ ഒറ്റ ഒരു ചെറിയ വെളിച്ചം ഇങ്ങനെ കത്തിയും കെട്ടും കളിക്കും. അത് നമുക്ക് മനസ്സിലാക്കാം അല്ലേ. അള്ളാഹു തന്നെ അതിനുള്ളൊരു വലിയൊരു ഉദാഹരണം ഭൂമിയിൽ കൊടുത്തിട്ടുണ്ട് അല്ലേ. എന്താണ്? മിന്നാമിനുങ്ങ് അല്ലേ. അത് നമ്മൾ കാണുന്നതാണ്. ഇരുട്ടത്ത് മിന്നാമിനുങ്ങിൻ്റെ വെളിച്ചം സ്വിച്ച് ഇട്ട പോലെ കത്തിയും കെട്ടും കളിക്കും അതുപോലെ. പിന്നെ വേറൊരാൾക്കാണെങ്കിലോ ഒരുപാട് പ്രകാശം അല്ലേ, പർവ്വത സമാനമായ പ്രകാശം. അങ്ങനെ ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ടൈപ്പ് എന്തായിരിക്കും, ലൈറ്റായിരിക്കും ഉണ്ടാവുക. ഒരേ സ്ഥലത്ത് നിൽക്കുന്ന ആൾക്കാർ തന്നെ പല വെളിച്ചത്തിലായിരിക്കും കണക്ക്. അപ്പോൾ അവരെ വെളിച്ചം അവർക്ക് മാത്രമേ ഉപകാരപ്പെടുകയുള്ളൂ അല്ലേ. അങ്ങനെ ഈ നരകത്തിൻ്റെ മേലെ ഈ ജിസ്ർ, ഈ പാലം കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ആൾക്കാരൊക്കെ ഇങ്ങനെ പിന്നെ പറയുന്നത് എന്താ? അല്ലാഹുമ്മ സല്ലിം, അള്ളാഹുവേ നീ ഞങ്ങളെ രക്ഷിക്കുകയും എങ്ങനെങ്കിലും പാലം കടത്തിത്താ എന്നുള്ള ഒരൊറ്റ പ്രാർത്ഥന ആയിരിക്കും. അതിൽ തന്നെ ഒരുപാട് ആളുകളുണ്ട്. ഓരോരുത്തരും ഓരോ ടൈപ്പാണ് ഈ ആൾക്കാർ. ഓരോരുത്തരുടെയും കർമ്മങ്ങൾക്കനുസരിച്ചായിരിക്കും സിറാത്ത് പാലം കടന്നു പോകുക. അതായത് കൂടുതൽ പ്രകാശമുള്ളവരും കുറച്ച് പ്രകാശമുള്ളവരും പിന്നെ ഒക്കെ പല ടൈപ്പ് ലൈറ്റും ആയിരിക്കും അല്ലേ. ജസ്റ്റ് നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കി, നമ്മുടെ ഒരു ചാൺ ഉയരത്തിൽ റാഹില ഒന്ന് മ്യൂട്ടാക്കണേ. റാഹില, നരകത്തിന് മീതെയുള്ള സിറാത്ത് പാലത്തിൽ നിന്ന് ഒരു കല്ലെങ്ങാൻ താഴെ ഇട്ടാൽ അത് നരകത്തിൻ്റെ ഏറ്റവും മുകളിലത്തെ 7 തട്ടുകളായിട്ടാണ് നരകം സ്ഥിതി ചെയ്യുന്നത്. അതിൽ തന്നെ ഏറ്റവും മുകളിലത്തെ തട്ടിലെത്താൻ 70 കൊല്ലം പിടിക്കുമെന്നാണ് പറയുന്നത്. അപ്രകാരം ഒരു മനുഷ്യൻ നരകത്തിൽ വീണ് കഴിഞ്ഞാൽ അതിൻ്റെ അടിയിലെത്തണമെങ്കിൽ എത്രമാത്രം വർഷങ്ങളെത്തും. അപ്പോൾ നമ്മൾ വിചാരിക്കും അടിയിലെത്തിയിട്ടില്ലാലോ, ചൂടില്ലാലോ. പക്ഷെ അങ്ങനെയല്ല. നരകം മൊത്തത്തിലൊരു ചൂട്ടും ആവിയും പുകയും കൊണ്ട് നിറഞ്ഞ, എന്തെന്നാ പറയുക, നമ്മളെ മറ്റേ അപ്പക്കൂട്ടിലെ അടുപ്പൊക്കെ പോലെ. അതൊന്നും പറഞ്ഞുകൂടാ, അതിനൊക്കെ എന്ത് ചൂടാനുള്ളത്. ഭയങ്കരമായിട്ട് എല്ലാ ഭാഗത്തുനിന്നും തീയിൻ്റെ പ്രഷറും കത്തലും പൊട്ടലും ചീറ്റലും. അതിൻ്റെ ഇടയ്ക്ക് അതിൻ്റെ മലക്കുകളുടെ ഭയങ്കര ഘോരമായ മലക്കുകളുടെ വളരെ ഒരു ദാക്ഷിണ്യമില്ലാത്ത പെരുമാറ്റം എല്ലാം കൂടിയതാണ് നരകം. ഒരു സിറാത്ത് പാലം ഒരു വ്യക്തി കടക്കണമെങ്കിൽ ഏകദേശം 15,000 കൊല്ലം, 70,000 സംതിങ് കിലോമീറ്റർ എന്നൊക്കെയാണ്. 70 കോടി 60 ലക്ഷത്തി സംതിങ് കിലോമീറ്റർ എന്നൊക്കെയാണ് വിദഗ്ധരുടെ അഭിപ്രായം. അള്ളാഹു ആലം. അർച്ചനെ റബ്ബേ, ആ പാലത്തിൽ വെച്ച് നീ ഒരു മനുഷ്യനെ പരീക്ഷിക്കല്ല റബ്ബേ. എത്രയും വേഗത്തിൽ അത് കടന്ന് ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മുടെ ഇടം തേടി എത്തിപ്പെടുവാൻ വിധി കൂട്ടണമേ റബ്ബേ. ആമീൻ. നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കി അതിൻ്റെ ഒരു അവസ്ഥ എന്തായിരിക്കും എന്നില്ലേ. നമ്മളെ ഒരു ഉയരത്തിൽ സൂര്യൻ നിൽക്കുന്നുണ്ട്, ഭയങ്കര ചൂടാണ്. പിന്നാണെങ്കിൽ
പിന്നെ വെളിച്ചം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ല, ഇങ്ങനെ ഓരോ ആളുകൾക്കും അവരുടെ അമൽ സ്വാലിഹാത്തുകൾ അനുസരിച്ചായിരിക്കും വെളിച്ചം ഉണ്ടാവുക അല്ലേ. പല ആളുകൾക്ക് പല ടൈപ്പ് വെളിച്ചം. ആ ഒരു കാര്യം നമുക്ക് ചിന്തിക്കാനേ പറ്റൂല അല്ലേ. നമുക്കിപ്പോൾ എവിടെയെങ്കിലും ഒരു ഹാളിൽ ലൈറ്റ് ഇട്ടാൽ ആ ഹാളിൽ നിൽക്കുന്ന ഏത് വടക്കാളാണെങ്കിലും നല്ല ആളാണെങ്കിലും വിശ്വാസിയാണെങ്കിലും മുനാഫിക്കാണെങ്കിലും എല്ലാവർക്കും വെളിച്ചം കാണും. പക്ഷേ ഈ അവസരത്തിൽ ഇങ്ങനെ ഉണ്ടാവില്ല. ഓരോരുത്തരെയും അമലു സ്വാലിഹാത്തിനനുസരിച്ചായിരിക്കും വെളിച്ചം. അങ്ങനെ ഓരോരുത്തരും അവൻ ചെയ്ത അമലുകൾക്കനുസരിച്ചായിരിക്കും അവന് പ്രകാശം. എത്രത്തോളം ഖുർആനിനെയും സുന്നത്തിനെയും പിൻപറ്റിയോ നമുക്കുണ്ടാവരുതില്ലേ. പഠിച്ചോനെ നീ കാത്തുരക്ഷിക്കുക. എന്തെങ്കിലുമൊക്കെ പണ്ട് അറിയാണ്ടൊക്കെ ചെയ്തു പോയെങ്കിൽ മനസ്സിലോ പ്രവർത്തനത്തിലോ എന്തെങ്കിലുമൊക്കെ ശിർക്ക് വന്നു പോയിട്ടുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മൊത്തം പുറത്ത് മാഫാക്കി തട്ടല്ലേ. റമദാനായിട്ട് നമ്മൾ കുറേ തൗബ ചെയ്തവരാണ്. ഇനിയും തൗബ റമദാനിന് വേണ്ടിയൊന്നും കാത്തു നിൽക്കണ്ട. എപ്പോഴും തൗബ ചെയ്യുന്നല്ലേ. എന്ത് തെറ്റ് നമ്മളെ ശ്രദ്ധയിൽപ്പെട്ടാലും തൗബ ചെയ്യാം. അപ്പോൾ അങ്ങനെ കാല് വെച്ച് നീങ്ങും, അപ്പോഴത്തേന് പിന്നെ തീ കെട്ടുപോകും. അത് അൽബാനി സ്വഹീഹാണെന്ന് വിശേഷിപ്പിച്ചു. ഇത്തരം പറഞ്ഞ കാര്യങ്ങളൊക്കെ ഈത്തപ്പനയോളം പിന്നെ വെളിച്ചം കിട്ടുന്നതും കുന്നോളം പ്രകാശം ഉണ്ടാകുന്നതൊക്കെ കാര്യങ്ങളൊക്കെ പിന്നെ ഹാക്കിം, അതായത് മുസ്തദറക്ക് എന്ന് പറഞ്ഞ ഗ്രന്ഥത്തിലും വിശേഷിപ്പിച്ചിട്ടുണ്ട്. അൽബാനി സ്വഹീഹാണെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വിഷയത്തിലും തർക്കമില്ല. അങ്ങനെ നബി സല്ലല്ലാഹുടെ ഉമ്മത്തിനായിരിക്കും വ്യത്യസ്ത തോതുകളിൽ പ്രകാശം. അപ്പോൾ ഈ പ്രകാശം യൗമ തറൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തി യസ്അ നൂറഹും ബൈന ഐദീഹിം വബി ഐമാനിഹിം. അപ്പോൾ വലതുഭാഗത്തു കൂടെ ഇടതുഭാഗത്തു കൂടെ ഒക്കെ അങ്ങനെ പ്രകാശം ചൊരിഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ മുനാഫിക്കുകൾ പ്രകാശം നഷ്ടപ്പെട്ട് വഴിയിൽ ഇങ്ങനെ ഇരുട്ടത്ത് തപ്പും. അങ്ങനെ അവർ വെളിച്ചം തേടി ഇരുട്ടിൽ തപ്പുമ്പോൾ സത്യവിശ്വാസികൾക്ക് ലഭിച്ചിട്ടുള്ള വെളിച്ചത്തിൽ നിന്ന് അല്പം തരുവാനായിട്ട് അവരോട് അപേക്ഷിക്കും. ഒന്ന് നിങ്ങൾ നിൽക്കി, നമ്മളൊന്ന് ലേശം വെളിച്ചം എടുത്തോട്ടെ എന്ന്. അതായത് ഇത്തിരി അവ കത്തുന്ന വെളിച്ചത്തു നിന്നൊന്ന് നമ്മൾ നടന്നോട്ടെ എന്ന്. അപ്പോൾ മറ്റൊരു തിരിഞ്ഞു നോക്കിയിട്ട് പറയും, നിങ്ങൾ നിങ്ങളുടെ പിൻഭാഗത്തേക്ക് തന്നെ മടങ്ങിപ്പോകുക, എന്നിട്ട് പ്രകാശം അന്വേഷിക്കുക. അപ്പം അവർക്കിടയിൽ ഒരു വലിയ മതിൽ കൊണ്ട് മറയുണ്ടാകുന്നതായിരിക്കും, അതിൽ വാതിലുണ്ടായിരിക്കും. അപ്പോൾ ആ വെളിച്ചം തരുമോ എന്ന് ചോദിച്ച് നിൽക്കുന്നതിൻ്റെ ഇടയിൽ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ വലിയൊരു മതിലായിപ്പോയി. അപ്പോൾ പിന്നെ അവിടെ വെളിച്ചവും വരുന്നില്ല. അതിൻ്റെ ഉൾഭാഗം നിറച്ച് കാരുണ്യം, പുറത്താണെങ്കിൽ അങ്ങനെ ശിക്ഷയുമായിരിക്കും. ഇത് ഖുർആനിലെ വചനങ്ങളാണല്ലേ. മാതല്ലാ, അങ്ങനത്തെ ഒക്കെ ഒരവസ്ഥയിൽ എന്തായിരിക്കില്ലേ. ആരോടെങ്കിലും ഒരു സഹായം ചോദിച്ചാൽ ഉമ്മ നോക്കുമോ, ഉപ്പ നോക്കുമോ, അയൽവാസി നോക്കുമോ, സ്വന്തം ഭർത്താവ്, കുട്ടികളിൽ എല്ലാവരും യാനഫ്സി യാനഫ്സി എന്ന് മാത്രമായിരിക്കും ചിന്ത. യൗമ യഖൂലുൽ മുനാഫിഖൂന വൽ മുനാഫിഖാത്തു ലില്ലദീന ആമനു ഉൻളുർനാ നഖ്തബിസ് മിനൻ നൂരിക്കും. അത് അവർ പറയാം, അന്ന് നിൽക്കി, ലേശം വെളിച്ചം നമ്മൾ എടുത്തോട്ടെ. കീലർജിഊ വറാഅക്കും. അപ്പോൾ മറ്റൊരു പറയും, നിങ്ങൾ പോയിക്കോ, പുറകിലേക്ക് പോയി തിരയി പ്രകാശം. ഫൽതമിസൂ നൂറൻ ഫളുരിബ ബൈനഹും ബി സൂരിൻ ലഹു. അപ്പോൾ അവർക്കിടയിൽ ഒരു വലിയ മതിലങ്ങോട്ട് ഉണ്ടാവുക. ബാബും ആ മതിൽ മാത്രമല്ല, മതിലിനൊരു വാതിലും. അതെന്തിനാണെങ്കിലും വാതിൽ ബാത്തിനഹു ഫീഹി റഹ്മ, അതിൻ്റെ ഉള്ളിലങ്ങനെ റഹ്മത്തിൻ്റെ കാരുണ്യത്തിൻ്റെ ഉറവിടമായിരിക്കും. വലാഹിറഹു മിൻ ഖിബലിഹിൽ അദാബ്, പുറത്താണെങ്കിലോ കൊടിയ ശിക്ഷയും. അതല്ലാ, അത്തരത്തിലുള്ള അവസ്ഥയിലൊക്കെ എവിടെ ചെന്നാണ് സഹായം ചോദിക്കല്ലേ. ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു, നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കി. അതൊക്കെ നമ്മളെ മനസ്സ് കാണണം. നമുക്കപ്പോഴേ അള്ളാഹിൻ്റെ വലിപ്പത്തിനെ കുറിച്ചിട്ട്, അള്ളാഹുവിൻ്റെ മദഹിനെ കുറിച്ചിട്ട് നമുക്ക് ആലോചിക്കാൻ പറ്റുള്ളൂ. ഇങ്ങനത്തെ ഒക്കെ ഒരവസ്ഥ അള്ളാഹു തരുന്നതിന് മുമ്പ് ഒരുപാട് ചാൻസസ് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. സത്യവിശ്വാസിയായിട്ട് ജീവിക്കാനും, കയ്യിലുള്ള പൈസകൾ സ്വതക്ക കൊടുക്കാനും, സുന്നത്ത് ആരോഗ്യമുള്ള സമയത്ത് സുന്നത്ത് നോമ്പെടുക്കാനും, സുന്നത്ത് നമസ്കരിക്കാനും ഒക്കെ അല്ലേ. അതൊക്കെ തന്നപ്പം നമ്മൾ ഗഫലത്തിലായിപ്പോയിട്ട് ദുനിയാവിൻ്റെ കാര്യത്തിൽ അല്ലേ ആയിപ്പോയി. റബ്ബേ, ദുആ മാത്രമായിരിക്കും അവിടെ ഉണ്ടാവുക അല്ലേ. അടിമകളുടെ അമലുകൾ ദുർബലമാകുന്നത് വരെ അങ്ങനെ ഒരാൾ വരികയാണ്. അയാൾ പിന്നെ അവസാനമായിട്ട് വരുന്ന ഒരാൾ, അവസാനമല്ല അതിൻ്റെ ഇടയ്ക്ക് വരുന്ന ഒരാൾ, അവർ എന്താണ് പിന്നെ ഈ നിരങ്ങി, നമ്മളിപ്പം ഇരുത്തം പഠിച്ച കുട്ടികൾ കണ്ടിട്ടില്ലേ, പിന്നെ നിലത്ത് കൂടെ നിരങ്ങുന്ന അതുപോലെ നിരങ്ങി അല്ലാണ്ട് വരുന്നില്ല. അയാൾക്ക് എണീറ്റ് നിന്നിട്ട് നടക്കാനൊന്നുള്ള വേറൊരു വെളിച്ചവും ഇല്ല, ഇരുട്ടുമാണ്. സിറാത്ത് പാലവും അതിൻ്റെ താഴെ കാണുന്ന കാഴ്ചകൾ കണ്ടിട്ട് ഇങ്ങനെ കാല് വിറച്ച് പോവുകയാണ്. അപ്പം ഇരുന്നിട്ട് കിടക്കുക. അങ്ങനെ എല്ലാ ഇരുഭാഗത്തും ബന്ധിക്കപ്പെട്ട കൊളുത്തുകളുണ്ട്, കലാലീപുകളിലെ. ആ കൊളുത്തുകളെ കൊണ്ട് വലിച്ചിടും. ചിലവർ പാലത്തിൻ്റെ മേലെ കയറുന്നത് ഓർമ്മ ഉണ്ടാവും, അപ്പം തന്നെ ഇടും പറഞ്ഞു പോകും. അതും എത്രേ ആഴത്തിലായിരിക്കും നരകം. ചിലർക്ക് മാന്തലും പിന്നെ നുള്ളലും കൊളുത്ത് കൊണ്ടുള്ള ഇതും ഒക്കെ
തട്ടിയെങ്കിൽ പോലും അവരെങ്ങനെങ്കിലും രക്ഷപ്പെട്ട് സ്വർഗത്തിലെത്തുന്നവരും ഉണ്ട്. ഇങ്ങനെ നീന്തി കടിച്ച് ആവശ്യം എനിക്ക് തോന്നുന്നു ദുനിയാവിൽ കുറേ നിസ്കരിക്കുകയും നോമ്പടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടാവും. കുറേ ആൾക്കാരെ ബുദ്ധിമുട്ടിക്കുക, ആൾക്കാരെ ശാപം അങ്ങനെ കണ്ട കാര്യങ്ങളൊക്കെ ഉള്ളവരായിരിക്കാം സിറാത്ത് പാലത്തുമൊക്കെ ഇടുന്നിട്ട് അങ്ങേറാവുന്നത് അല്ലേ. അവർക്ക് നടക്കാനും കഴിയുന്നില്ല, നിൽക്കാനും കഴിയുന്നില്ല. കൊളുത്തുകളാണെങ്കിൽ ഇതാകുന്നു വഴുവഴുപ്പുള്ള പിന്നെ പാലവുമാണ്, ഒരു രക്ഷയില്ലാത്ത രീതിയിൽ. അങ്ങനെയൊക്കെ ആണെങ്കിലും ചിലരെങ്ങനെങ്കിലൊക്കെ അക്കരെ പറ്റും, ചിലരാണെങ്കിലോ നടുവിലെത്തിയിട്ട് നടുവെന്ന് വീണു പോകും. അപ്പം അവർ സത്യവിശ്വാസികളെ വിളിച്ച് കപടന്മാർ പറയും, നമ്മളൊക്കെ ഒപ്പരല്ലേനോ, അപ്പോൾ നമ്മളെ കൂടെ അറിയുന്നവരൊക്കെ തന്നെ ആയിരിക്കും ചിലപ്പോൾ. അന്ന് നല്ല കാലത്ത് നമ്മളൊക്കെ ഒപ്പരല്ലേനോ പഠിച്ചത്, അല്ലെങ്കിൽ ഒപ്പരല്ലേനോ നമ്മൾ ഗൾഫിൽ പോയതെന്നൊക്കെ ചോദിക്കും. അപ്പം മറ്റവർ പറയും, നിങ്ങൾ നിങ്ങളെ തന്നെ കുഴപ്പത്തിലാക്കുകയും മറ്റുള്ളവർക്ക് നാശം വരുത്തത് പാർത്തു കൊണ്ടിരിക്കുകയും ചെയ്തു. അതായത് വിശ്വസിക്കുകയും നിസ്കരിക്കുകയും സക്കാത്ത് കൊടുക്കുകയൊക്കെ ചെയ്യുന്നവരിങ്ങനെ പുറത്തപ്പുറം നിന്ന് കണ്ണിറുക്കി കാണിച്ച് കളിയാക്കി ചിരിക്കുകയോ അല്ലേ. അള്ളാഹുവിൻ്റെ ആജ്ഞ വന്നെത്തത് വരെ നിങ്ങളെ മോഹങ്ങൾ നിങ്ങളെ വഞ്ചിക്കുകയും ചെയ്തു അല്ലേ. അള്ളാഹുവിൻ്റെ ആജ്ഞ വരാവുന്നത് വരെ അവർ കാത്തിരുന്നു. ഖുർആൻ പറയുന്നു, ഹദീസ് പറയുന്നു, നാട് മുഴുവനും പിന്നെ യൂട്യൂബും ക്ലാസ്സും ഒന്നും ഉണ്ടായിട്ട് അവരതൊന്നും ശ്രദ്ധിച്ചിട്ടില്ല. അള്ളാഹുവിൻ്റെ കാര്യത്തിൽ പരമവഞ്ചകനായ പിശാച് നിങ്ങളെ വഞ്ചിച്ചു കളഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ പക്കൽ നിന്നോ നിഷേധികളുടെ പക്കൽ നിന്നോ യാതൊരു പ്രായശ്ചിത്തവും സ്വീകരിക്കപ്പെടുന്നില്ല. ആ സമയത്ത് പ്രായശ്ചിത്തമൊന്നും സ്വീകരിക്കില്ല. റൂഹ് തൊണ്ടക്കുഴിയിൽ എത്തുന്നവരെയുള്ള സമയമുണ്ട്. ആ സമയത്തൊക്കെ നമുക്ക് വേണമെങ്കിൽ പാപമോചനം തേടാം. നിങ്ങളുടെ വാസസ്ഥലം നരകമാകുന്നു, തിരിച്ചു ചെല്ലുന്ന വാസസ്ഥലം എത്രയോ മോശം അല്ലേ. വബിയസൽ മസീർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആ മടക്കസ്ഥാനം അതല്ലാ, ഇത്തരത്തിലുള്ളൊരു മടക്കസ്ഥാനത്തിന് തൊട്ട് റബ്ബേ നീ കാത്ത് രക്ഷിക്ക്. വലാ മിനല്ലദീന കഫറൂ മഅ്വാക്കും ഉന്നാർ ഹിയ മഅ്വാക്കും വബിയസൽ മസീർ. അതായത് അത്രയ്ക്ക് മോശമായിട്ടുള്ളൊരു സ്ഥലമാണ്. ആ സ്ഥലത്തിനെ തൊട്ടിട്ട് റബ്ബേ നീ എല്ലാവരെ തൊട്ടും കാക്ക്. അത്രയ്ക്ക് മോശമാണെന്നൊക്കെ ഈ ഖുർആനുകളും ഹദീസുകളും ഈ ഇഷ്ടംപോലെ തെളിവുകൾ ഉണ്ടായിട്ട് അതൊന്നും അവർക്ക് അന്നേരം കേൾക്കാനുള്ള ഒരു സന്മനസ്സുണ്ടായിരുന്നില്ല അല്ലേ. ദുനിയാവിൻ്റെ ഓട്ടപ്പാച്ചലിലായിരുന്നു. യൗമ ലാ യുഹ്സി അല്ലാഹു നബിയ്യ വല്ലദീന ആമനൂ മഅഹു. അതായത് അല്ലാഹ് പ്രവാചകനും അദ്ദേഹത്തോടൊപ്പം വിശ്വസിച്ചവളും നൂറുഹും യസ്ആ ബൈനഹും ഐദീഹിം വബി ഐമാനിഹിം യഖൂലൂന റബ്ബനാ അത്മിം ലനാ നൂറനാ വഗ്ഫിർ ലനാ ഇന്നക അൻത അലാ കുല്ലി ഷൈഇൻ ഖദീർ. അല്ലാഹുവേ നീ ഞങ്ങളെ, അതായത് വിശ്വസിച്ചവരെ അപമാനിക്കാത്തതായ ദിവസത്തിൽ ഞങ്ങളുടെ മുമ്പിലൂടെയും പിമ്പിലൂടെയും പ്രകാശത്തെ വലതുവശത്തൂടെയും മുമ്പിലൂടെയും വലതുവശത്തൂടെയും പ്രകാശം സഞ്ചരിക്കും അല്ലേ. അപ്പോൾ അവർ പ്രാർത്ഥിക്കും, പഠിച്ചവനെ ഞങ്ങളുടെ പ്രകാശത്തെ നീ പൂർത്തീകരിച്ച് തരണേന്ന് ദുആ ചെയ്യും അല്ലേ. ആ ദുആക്ക നമ്മൾ ഒരു സാധാരണഗതിയിൽ നിസ്കാരശേഷം ഫർളിസ്കാരശേഷം ദുആ ചെയ്യുമ്പോൾ അങ്ങനെ ദുആ ചെയ്ത് വിട്ടേക്കുകയാണ് ചെയ്യൽ. അങ്ങനെ ദുആ ചെയ്യരുത്. വളരെ സിൻസിയറായിട്ട് തന്നെ ആത്മാർത്ഥമായിട്ട് തന്നെ നരകം മുമ്പിൽ കാണുന്ന പോലെ കണ്ടിട്ട് ദുആ ചെയ്യണം. സിറാത്തിലൂടെ പാലം എത്ര ദുർഘടം പിടിച്ചതാണെന്ന്, അതായത് വാളിനേക്കാൾ മൂർച്ചയേറിയതും മുടിയേക്കാൾ നേർത്തതുമാണ് അല്ലേ. വഴുവഴുപ്പുള്ള അതൊരു തരം പ്രത്യേകതരം മാന്ത ഉണ്ടല്ലോ, അത് പെണ്ണുങ്ങൾക്കൊക്കെ പെട്ടെന്ന് മനസ്സിലാവും. ആ മാന്ത എവിടെ പിടിച്ചാലും മുറിക്കാൻ കഴിയില്ല, തൊലി കളയാനും കഴിയില്ല, ഭയങ്കര വഴുക്കായിരിക്കും. അതുപോലെ അതൊന്നല്ല, അതിനേക്കാൾ എത്രയോ ഗ്രേഡ് കൂടിയ ജാതി വഴുക്കാണ് അല്ലേ. പിന്നെ സാധാരണ പാലാണ്, അതിനൊരു പിടുത്തമുണ്ട്, ലക്ഷം വീതി ഉണ്ട്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്തൊക്കെ ഒന്ന് നടക്കാൻ. ഇതല്ല അല്ലേ, ഭയങ്കര നൈസ്, മുടിനേക്കാൾ നേർത്തത്. പിന്നെ ഇതാണ് വഴുവഴുപ്പ് കൊണ്ട് കാല് വെച്ചിട്ട് നിൽക്കുന്നില്ല. ചില ഹദീസുകൾ കാണാം, പിന്നെ അരിവാൾ ഈർച്ചവാൾ പോലെ ഉണ്ട്, കാല് വെച്ചാൽ ഇങ്ങനെ കാലടി മുറിഞ്ഞു പോകും, അമ്മാതിരി പാലം അല്ലേ. അപ്പോൾ അത് ഓരോരുത്തരെ സംബന്ധിച്ചിട്ടും ഈ പാലത്തിനുള്ള വെളിച്ചവും പാലം കടക്കുന്ന സ്പീഡും രണ്ടും ഡിഫറൻ്റ് ആയിരിക്കും അല്ലേ. ചില ആളുകളൊക്കെ കുന്നോളം പ്രകാശത്തിൽ, കൊടുങ്കാറ്റിൻ്റെ വേഗത്തിൽ, ഇടിമിന്നലിൻ്റെ അല്ലെ മാസ്മരികതയിലല്ലേ. ഞാൻ എൻ്റെ തഹജ്ജുദിലെ ദുആ ബുക്കിൽ അത് കുറേ പ്രാവശ്യം ആവർത്തിച്ച് നിങ്ങളെ കൊണ്ടൊക്കെ ദുആ ചെയ്യിപ്പിക്കുന്നതാണ് അല്ലേ. അതെല്ലാ പിന്നെ ദിവസങ്ങളിൽ മാക്സിമം ദുആ ചെയ്യാൻ ശ്രമിക്കല്ലേ. പഠിച്ചോനെ അങ്ങനത്തെ ഒരവസ്ഥ നീ ഉണ്ടാക്കല്ല. ആ ഒരു പാലത്തിൽ നിന്നും കൊണ്ടില്ലേ നടുവിൽ നിന്ന് കാല് പിന്നെ ഇടറിപ്പോയ എന്തായിരിക്കും സ്ഥിതി. അങ്ങോട്ട് കടന്നൂടാ അങ്ങോട്ട് കടന്നൂടാ, ഒരു പിടുത്തമില്ല. ഇനിയിപ്പോൾ ആരെങ്കിലും വീണെടുത്ത് കിടക്കുകയല്ലാണ്ട് രക്ഷിക്കാൻ ആരും വരാനില്ല അല്ലേ. ഇപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ നമ്മളിപ്പോൾ മാങ്ങ പറിക്കാൻ പോയി ടെറസുമെന്ന് വീണല്ല, അപ്പം തന്നെ എടുത്ത് ആംബുലൻസ് വിളിച്ച് മിംസിൽ എത്തിച്ചു പോയിട്ടുണ്ടാവില്ലേ. നമ്മളെ ബാക്കിയുള്ളവർ എത്ര ദേശീയക്കാരാണെങ്കിലും ഇഷ്ടക്കാരാണെങ്കിലും നാട്ടുകാരെന്നെങ്കിലും പിരിവെടുത്ത് ആ രോഗിനെ എങ്ങനെങ്കിലും രക്ഷിക്കും, എത്ര കോടിയാണെങ്കിലും പോലും. അവിടെ ഒരു രക്ഷയ്ക്കൊരു വകുപ്പും ഇല്ലാത്തൊരു ദിവസമാണ്.
റബ്ബേ നീ കാത്ത് രക്ഷിക്കുക. അതൊന്ന് ആലോചിച്ചാൽ അല്ലേ ഭയങ്കര ഒരു ബേജാറ് തോന്നും. കാല യൂത്തി ബിൽ ജിസ്രി ഫയജാലുഹു ബൈനൽ ലഹ്റ ജഹന്നം. അതിൻ്റെ അപ്പുറത്തുള്ള ജസ്റിമ കൂടെ നടന്നു പോകുമ്പോൾ ജഹന്നം ഇങ്ങനെ കാണുകയാണ്. പിന്നെ സഅദാൻ പോലുള്ള മുള്ളുകൾ. ആ സഅദാൻ എന്ന് പറയുന്നത് അന്ന് മക്കയിലുണ്ടായിരുന്ന എന്തോ ഒരു പ്രത്യേക തരം മുള്ളുകളാണ്. നമുക്ക് റോസിൻ്റെ മുള്ള് പറഞ്ഞാലല്ലേ മനസ്സിലാവുക. അതുപോലെ മക്കക്കാർക്ക് വിശദീകരിച്ച് കൊടുക്കുമ്പോൾ അവിടെയുള്ള എന്തോ ഒരു ചെടീൻ്റെ മുള്ളിനെ കുറിച്ചാണ് പറയുന്നത്. അബൂ സഈദ് അൽ ഖുദരി പറയുന്നു, മുടിയേക്കാൾ നേരിയതു, ആളിനേക്കാൾ മൂർച്ചയുള്ളത്, പിന്നെ കൊളുത്തുകളും കലാലീപുകളും അല്ലേ. അപ്പോൾ ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം ഈ പാലോ നരകോ സ്വർഗമോ അള്ളാഹ്ക്ക് ഒരു വിഷയമല്ലല്ലേ. എല്ലാ കാര്യത്തിനും കഴിവുള്ളവരാണ്. ഈ പാലത്തിനെ നിഷേധിക്കുന്ന മുഅ്തസില വിഭാഗക്കാരും ചില അഹ്ലു സുന്നൻ്റെ ആൾക്കാരൊക്കെ ഇതിനെ കുറിച്ചിട്ട് നിഷേധിക്കുന്നുണ്ട് അല്ലേ. അവൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലൂടെയും ഖുർആനിലൂടെയും എന്തൊക്കെ പറഞ്ഞു അതൊക്കെ അതേപടി വിശ്വസിക്കാനുള്ളവരാണ് മുഅ്മിനുകൾ അല്ലേ. അതെല്ലാം അതിൽ യാതൊരു സംശയമില്ല. നമുക്കറിയാം ഇസ്രാ മിഅ്റാജ് രാത്രിയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ പോയതായിട്ടുള്ളൊരു സംഭവ ചരിത്രം ആദ്യമായിട്ട് അറിയുന്നത് പിന്നെ വേറെ ആരൊക്കെയോ ആണ്. അപ്പോൾ ഈ അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ അടുത്ത് ഈ വിവരമായിട്ട് വരികയാണ് ആൾക്കാർ. അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു ചോദിക്കുന്നുണ്ട്, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞു, അങ്ങനെ പോയി എന്ന് പറഞ്ഞു, എങ്കിൽ അത് സത്യമായിരിക്കും, ഞാൻ വിശ്വസിച്ചിരിക്കുന്നു അല്ലേ. അപ്പോൾ അതൊരു സംഭവിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് അല്ലേ. എത്രയോ കിലോമീറ്റർ അകലെയുള്ള ബൈത്തുൽ മഖദ്ദസിൽ ഒരു രാത്രി കൊണ്ട് പോവുക, എന്നിട്ട് പിന്നെ അവിടുന്ന് ആകാശലോകത്തേക്ക് യാത്രയാവുക, 7 ആകാശങ്ങളും കടന്നിട്ട് അള്ളാഹിൻ്റെ അടുത്ത് പോവുക, സംസാരിക്കുക എന്നൊക്കെ പറയുന്നത് ഒരിക്കലും ഒരു പ്രാപ്യമല്ല. പക്ഷെ അത് ആര് വിശ്വസിച്ചു? അബൂബക്കർ റളിയല്ലാഹു വിശ്വസിച്ചു. അതുപോലെ തന്നെ ഈ വിഷയത്തിൽ നമ്മൾ എന്താണോ പ്രവാചകൻ പറഞ്ഞിട്ടുള്ളത്, എന്താണോ സ്വഹീഹായ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നത്, അത് വിശ്വസിക്കാൻ നമ്മൾ ഓളെ കൂട്ടിക്കടക്കുക അങ്ങനെ യാതൊരു വകുപ്പും ഇതിനില്ല അല്ലേ. നമ്മൾ എന്താണോ ചെയ്തത് അത് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പം സിറാത്ത് പാലത്തിൻ്റെ ഇടത്തും വലത്തും 2 കാര്യങ്ങൾ ഉണ്ടാവും. ഏതാ 2 കാര്യങ്ങൾ ആർക്കെങ്കിലും അറിയാവോ? സിറാത്ത് പാലത്തിൻ്റെ ഇടത്തും വലത്തും 2 കാര്യങ്ങൾ ഉണ്ടാവും. ആ കാര്യങ്ങളിൽ രക്ഷപ്പെട്ടവർക്ക് സിറാത്ത് പാലം കടക്കാനും പറ്റും. അറിയോ? ഒന്ന് അമാനത്തും, 2 കുടുംബ ബന്ധവും അല്ലേ. അതായത് അമാനത്ത് സംരക്ഷിച്ചവർ. അമാനത്ത് സംരക്ഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വിചാരിക്കും നമ്മൾ ആരെങ്കിലുമൊക്കെ സ്വത്തോ പൈസയോ മുതലെന്തും നമ്മളെ കയ്യിലില്ലാലോ, നമ്മൾ അതൊക്കെ തന്നോൽക്കൊക്കെ. ഇപ്പോൾ ആരെങ്കിലുമൊക്കെ വീടടച്ചിട്ടൊക്കെ നമ്മൾ 2 വീട്ടുകാർ പോകുമ്പോൾ ഒരു വീട്ടുകാരായി കൊടുക്കും. പൈസ പൊന്നൊക്കെ ഉണ്ടെങ്കിൽ ഇതൊന്നും നിങ്ങൾ വെക്കണം, അതല്ലെങ്കിൽ നമ്മൾ കടം വാങ്ങിയത് അല്ലേ, വേറെ എന്തെങ്കിലും രീതിയിൽ അങ്ങനെയുള്ള ക്യാഷുകളൊക്കെ ആയിട്ടുള്ള എല്ലാ കണക്കുകളും നമ്മൾ ക്ലോസ് ചെയ്താണ് നമ്മൾ കൊടുക്കാണ്ട്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ അമാനത്ത് എന്ന് പറയുന്നത് വാക്കുകളാലുള്ള അമാനത്ത് അല്ലേ. ഒരു ആത്മാർത്ഥമായ സുഹൃത്ത് ഒരു ഭയങ്കര വിഷമം വന്ന് പറഞ്ഞു, അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ എന്തോ പ്രശ്നമോ ഭർത്താവിൻ്റെ എന്തോ ഒരു പ്രശ്നം, മോശമായ കാര്യം. പക്ഷെ അത് നമ്മൾ അതിൻ്റെ തന്നെ അതുപോലെ തന്നെ എൻ്റെ സുഹൃത്തിന് ഞാനത് കൈമാറും അല്ലേ. എന്നിട്ട് പറയും നിങ്ങൾ ആരോട് പറയണ്ട. അവർക്ക് ഈ ഫ്രണ്ടിൻ്റെ കാര്യം പറയുന്നതിന് അവർക്ക് എന്താ, അവരുടെ ഫ്രണ്ട് അല്ലല്ലോ. അപ്പോൾ അവരത് 10 ആളോട് പറയും. അപ്പോൾ അത് ഇവിടെ എല്ലാം പോയി. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രശ്നമുള്ള അമാനത്ത് വാക്കുകളാലുള്ള അമാനത്താണ് അല്ലേ. അതങ്ങനെ വളരെ കെയർ ചെയ്യണം. അപ്പോൾ ഈ 2 സിറാത്തിൻ്റെ വലത്തും ഇടത്തുമായിട്ട് കുടുംബ ബന്ധവും നിൽക്കും, പിന്നെ നിൽക്കും, പിന്നെ അമാനത്ത് നിൽക്കും. ഇതിൽ മുമ്പിൽ കടന്നു പോകുന്നവർ ആരാണോന്ന് വെച്ചാൽ ഈ 2 വിഷയത്തിലും നീതി പാലിക്കുന്നവരായിരിക്കും. അപ്പം അവിടുന്ന് നിവേദകൻ ചോദിക്കുന്നുണ്ട്, മിന്നൽ വേഗതയിൽ എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശം? കണ്ണിമ വെട്ടുന്നതിനിടയിൽ, അതായത് മിന്നൽ വരുന്നതും പോകുന്നതും നീ കണ്ടിട്ടില്ലേ? പിന്നെ കാറ്റ് വീശുന്നത് പോലെ കടക്കുന്നവരുണ്ട്, പക്ഷികൾ പറക്കുന്ന പോലെ അത്രയും സ്പീഡിൽ കടക്കുന്നവരുണ്ട്. അവരുടെ പ്രവർത്തനങ്ങൾക്കനുസരിച്ചായിരിക്കും അവരുടെ ഓരോരുത്തരുടെയും സിറാത്ത് പാലത്തിൻ്റെ ഗമനം അല്ലേ. അപ്പോൾ അൽഹംദുലില്ലാഹ് മാഷാ അല്ലാഹ് നമ്മൾ ചെയ്യുന്ന ഓരോ അമലു സ്വാലിഹാത്തുകളും അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കുവാനും സ്വീകാര്യയോഗ്യമായ അമലുകളായിക്കൊണ്ട് അള്ളാഹു അത് കബൂൽ ചെയ്യാനും ആ പാലത്തിൽ നിന്നിട്ടില്ലേ അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടം വെച്ചിട്ട് നമ്മളെ ബുദ്ധിമുട്ടിക്കാണ്ട് വളരെ കുന്നോളം പ്രകാശത്തിൽ അങ്ങനെ തന്നെ പറയണം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും കുന്നോളം പ്രകാശമൊക്കെ എന്തിനാ, ലേശം വെളിച്ചം പോരെ, എന്തിനാ ഇടിമിന്നൽ പോലെ കിടക്കുന്നത്, മെല്ലെ കിടന്ന്, അങ്ങനെയൊന്നുമല്ല
എല്ലാം ചോദിക്കുമ്പോൾ അഫ്ളൽ തന്നെ ചോദിക്കണം. അതുകൊണ്ടാണല്ലോ നമ്മുടെയൊക്കെ ജന്നാത്തുൽ ഫിർദൗസിനെ കുറിച്ച് ചോദിക്കാൻ പറഞ്ഞത്. അപ്പോൾ അതുപോലെ അങ്ങനെ ചോദിക്കണം. പിന്നെ എന്താണ് കുന്നോളം പ്രകാശത്തിൽ കൊടുങ്കാറ്റിൻ്റെ വേഗതയിൽ ഇടിമിന്നൽ എന്നാ കണ്ടില്ല, ഒരു സെക്കൻഡിൽ ഇടിമിന്നലിനെ പിടിച്ചു വെക്കാനോ അതിന് ഫോട്ടോ എടുക്കാനോ ഒന്നും നമ്മൾ വിചാരിച്ചാലൊന്നും അപ്പോഴൊന്നും നടക്കൂല അല്ലേ. അപ്പം അതുപോലെ അത്രയും സ്പീഡിൽ കടത്തിത്തരണേന്ന് ദുആ ചെയ്യുമ്പോൾ അതൊരു മനസ്സ് തട്ടിയിട്ടുള്ള ദുആ ആവണം അല്ലേ. ഇങ്ങനൊരു സംഭവം നമുക്ക് വരാനുണ്ട് ഇതിൻ്റെ ഒരു അവസ്ഥയിൽ. അതുപോലെ റളീതു ബില്ലാഹി റബ്ബൻ വബി ഇസ്ലാമി ദീനൻ മുഹമ്മദിൻ നബിയാന്ന് പറയുമ്പോൾ അള്ളാഹു നമ്മളെ തൃപ്തിപ്പെടൽ റബ്ബിൻ്റെ ബാധ്യതയായി ഏറ്റെടുക്കും എന്നാണ് പറയും. അപ്പോൾ അതൊക്കെ ചെല്ലുമ്പോൾ അതങ്ങനെ അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈകൾ കൊണ്ട് ഹൗദുൽ കൗസറിലെ വെള്ളം കോരി കുടിപ്പിക്കപ്പെടും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, കോടാനക്കോടി ജനങ്ങളുള്ളൊരു സ്ഥലമാണ് അവിടെ മഹ്ശറ. ഏത് കോടിൻ്റെ 10 ഇരട്ടി 100 ഇരട്ടി 1000 ഇരട്ടിയുള്ള ജനങ്ങളുണ്ടാവൂലേ. അതുമല്ല നമുക്കൊന്നും ആർക്കും കണക്കാക്കാൻ പറ്റില്ല, അത്രയും ജനങ്ങളുള്ള ഒരു സദസ്സെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് ഓരോരുത്തർക്കും ഇതിങ്ങനെ കോരി തരാച്ചാൽ ലാ റളീതു ബില്ലാഹി ചെല്ലുമ്പോൾ നിങ്ങൾ അത് സിൻസിയറായിട്ട് മനസ്സിലാക്കണം. പഠിച്ചോനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈകൾ കൊണ്ടായ ദാഹിച്ച് വലഞ്ഞ് വെള്ളം കിട്ടാണ്ട് ഇതാകുന്ന സമയത്ത് നമുക്ക് ഹൗദുൽ കൗസറിലെ വെള്ളം കുടിച്ചാലുള്ള മെച്ചെന്താ, പിന്നെ നമുക്ക് ഒരിക്കലും ദാഹിക്കൂല. കാരണം അതിൻ്റെ ആ വെള്ളത്തിൻ്റെ വിശേഷങ്ങൾ പറയുകയാണെങ്കിൽ കുറേ ഉണ്ട്, അങ്ങോട്ട് ഞാൻ പോകുന്നില്ല. അപ്പം അതുപോലെ തന്നെ അള്ളാഹു തൃപ്തിപ്പെട്ട അടിമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണമെങ്കിൽ ഈ റളീതു ബില്ലാഹി രാവിലെയും വൈകുന്നേരവും ചെല്ലണം. പിന്നെ ബാങ്ക് കൊടുത്ത ശേഷവും പറയുന്നുണ്ട്. അപ്പം അത്തരത്തിലുള്ള ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്ത അമലുകൾ കൊണ്ടൊന്നും നമ്മൾ സ്വർഗം കിട്ടുമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കേണ്ട. കാരണം നമ്മൾ ഒരു കഥ കേട്ടാണല്ലോ, 500 വർഷകാലം ഭാര്യയും മക്കളും വീടും അടുപ്പിലുണ്ടാക്കിയ ഫുഡൊന്നും കഴിക്കാണ്ട് ഒരു മനുഷ്യൻ സന്യാസിയെ പോലെ കാട്ടിൽ ജീവിച്ച് കാട്ടാറിലെ വെള്ളം കുടിച്ച് ജീവിച്ച് മരിച്ചിട്ട് അള്ളാഹു സുബ്ഹാനഹു തആല എൻ്റെ അമൽ കൊണ്ട് ഞാൻ സ്വർഗത്തിൽ പോയി എന്ന് പറഞ്ഞപാട് അള്ളാഹു അവനെ നരകത്തിലിടാൻ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന വിഷയമല്ലല്ലേ. അപ്പോൾ അതുപോലെ നമ്മൾ ചെയ്ത അമൽ കൊണ്ടൊന്നും ഒരിക്കലും നമ്മൾ പോവില്ല സ്വർഗത്തിൽ. പിന്നെ എന്തുകൊണ്ടാണ് പോവുക? അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ട് മാത്രം. അപ്പം സ്വഹാബത്ത് ചോദിക്കുന്നുണ്ട്, അപ്പോൾ താങ്കളോ നബിയേ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞാനും അല്ലേ, ഇല്ല റഹിം, അള്ളാഹിൻ്റെ കാരുണ്യം കൊണ്ടല്ലാണ്ട് ഞാനും സ്വർഗത്തിൽ പോവില്ല. അപ്പോൾ ഇങ്ങനെ പല ടൈപ്പ് ആളുകളും ഇല്ലേ, കലാലീപുകളെ കൊണ്ട് വലിച്ച് കൊളുത്തോണ്ട് വലിക്കുന്നതുണ്ട്, മുറിവേൽപ്പിക്കുന്നുണ്ട്, നടക്കാൻ പറ്റാത്തവർ ഇരിക്കുന്നുണ്ട്, തെന്നി വീഴുന്നുണ്ട്. അങ്ങനെ തന്നെ വല്ലാത്തൊരു സംഭവമാണ്. ചിലർ സിറാത്തിൻ്റെ പാർശ്വങ്ങൾ തന്നെ അവരെ നരകത്തിൽ വീഴ്ത്തുന്നു. അതായത് സിറാത്ത് തന്നെ നരകത്തിൽ വീഴാൻ വേണ്ടി ഉണ്ടാക്കിയ പോലെ ഡിസൈൻ ചെയ്തൊരു സാധനമാണ് അല്ലേ. സത്യവിശ്വാസികളല്ലാത്തവർ, ഇപ്പോൾ ചിലരെ സംബന്ധിച്ചിടത്തോളം നല്ല നിസ്കാരവും ഒക്കെ ഉണ്ടാവും, പക്ഷേ സ്വതക്ക തീരെ കൊടുക്കൂല, അല്ലെങ്കിൽ സക്കാത്ത് എന്ന് പറയുന്നത് കൊടുക്കൂല, അല്ലെങ്കിൽ ഒരു നല്ല കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ അടുത്ത ദിവസം ഒരു സ്ത്രീ പറയുന്നിട്ട് അവർ ഹസ്ബൻഡിനോട് ഒരേ സംഗതി ഒടിക്കണക്കിനുണ്ട്, എന്ത് ചെയ്യും, ഒരാൾക്കൊരു 100 ഉറുപ്യ കുടുംബത്തിലൊക്കെ എന്തെങ്കിലും കാര്യമൊക്കെ വന്നാൽ സങ്കടമാണ്, എന്ത് ചെയ്യുമെന്നറിയുന്നത്. അങ്ങനെ പല വിഷയങ്ങളും ഉണ്ട് അല്ലേ. തിരെ കൊടുക്കാത്തവർ ചിലതെല്ലാ ധർമ്മങ്ങളും ചെയ്യും. പിന്നെ അവിഹിത ബന്ധങ്ങളിൽ ഏർപ്പെടുന്നവർ, ചിലർ രാത്രിയാകുമ്പോൾ ലേശം കുടിച്ചെങ്കിലല്ലാണ്ട് ഉറക്കം കിട്ടൂല, അങ്ങനെയൊക്കെ പല തെറ്റ് ചെയ്യുന്നവരും ഉണ്ടാവില്ലേ. അവർ മുശ്രിക്കൊന്നല്ല, വിശ്വാസിയല്ല, പക്ഷേ ആ നന്മൻ്റെ അപ്പുറമൊക്കെ അവർ തിന്മയെ മിക്സ് ചെയ്ത് ഇതാക്കുന്നുണ്ടാവില്ലേ. അപ്പം എല്ലാ ഭക്തസ്കാരത്തിനും പള്ളിക്ക് കൈയിട്ടും, അതേസമയം പുതിയ സിനിമ ഇറങ്ങിയാൽ തിയേറ്ററൊന്ന് പോയി കണ്ടേ മതിയാവും, അങ്ങനത്തെ ഒരുപാട് ആളുകൾ അതും ഉണ്ട് അല്ലേ. അപ്പം അങ്ങനെ അള്ളാഹുവിൻ്റെ നിയമങ്ങൾ കുറച്ചനുസരിച്ചും കുറച്ചങ്ങ് വിട്ടു, അങ്ങനെയല്ല. വെച്ചാൽ അള്ളാഹു തഖുല്ലാഹ അത്താമനിസ്തത്ത്, നമുക്ക് സാധിക്കാവുന്ന അത്ര അല്ലേ, ഒരുപാട് ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുക. പിന്നെ അബൂബക്കർ റളിയല്ലാഹുവിൽ നിന്ന് നിവേദനം ചെയ്ത ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, ജനങ്ങൾ സിറാത്തിന്മേൽ കയറപ്പെടും. അപ്പോൾ അവർ പാറ്റകൾ തീയിൽ മേൽക്കുമേൽ വീഴുന്നത് പോലെ സിറാത്തിൻ്റെ പാർശ്വം അവരെ ചിലരെ മേൽക്കുമേലായി വീഴ്ത്തും. അത് അഹമ്മദിൻ്റെ മുസ്നദിൽ ഉള്ളൊരു ഹദീസാണ് ഇത്. അതായത് പാറ്റകൾ, ഇപ്പം നമുക്കറിയാലോ അല്ലേ, മഴ ആദ്യത്തെ ദിവസം പെയ്തു തുടങ്ങി അയ്യാമ്പാറ്റകളെ കുറിച്ച് അറിയാത്ത ആരും ഉണ്ടാവില്ല. ആ പാറ്റകൾ ഇങ്ങനെ വെളിച്ചത്തിൻ്റെ അടുത്ത് വരും, ഇങ്ങനെ വീണു, വെളിച്ചത്തിൻ്റെ അടുത്ത് വരും, നല്ല ചിറകുള്ള നല്ല സുന്ദരിയായ പാറ്റകളാണ് അല്ലേ.
അപ്പം അതുപോലെ ആയിരിക്കും മേൽക്കുമേലെ ഇങ്ങനെ വീഴും. അതായത് പാലത്തിൻ്റെ നടുവിലേക്കൊന്നും എത്തണ്ടെന്ന്, അതിൻ്റെ ഡിസൈനിങ് തന്നെ അങ്ങനെയാണ്, കയറുമ്പോഴത്തേക്കും തന്നെ വീണ് പോകുന്നില്ലേ. അങ്ങനെ അതല്ലാത്ത ചില ആളുകൾ അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ട് രക്ഷപ്പെടുത്തി അവരെ കന്മതിൽ കെട്ടിവെച്ചിട്ടുള്ളിലാക്കുകയൊക്കെ ചെയ്യില്ലേ. അള്ളാഹിൻ്റെ ഇഷ്ടവും തൃപ്തി അനുസരിച്ച് ജീവിച്ചാൽ നമുക്കൊരു ജീവിതത്തിനൊരു സാധാരണ എല്ലാ വിഷയങ്ങളിലും നമുക്കൊരു എളുപ്പമുണ്ടാവും. അള്ളാഹിൻ്റെ നമ്മൾ പിടിക്കുന്ന കൈ അള്ളാഹിൻ്റെ കൈയായിരിക്കും, നടക്കുന്ന കാലം അള്ളാഹിൻ്റെ കാലമായിരിക്കും, നോക്കുന്നത് അള്ളായിരിക്കും അല്ലേ. അപ്പോൾ അത് മാക്സിമം അതിനനുസരിച്ച് ജീവിക്കാൻ വേണ്ടി ശ്രമിക്കും. ഇപ്പോൾ പുതുതായിട്ട് ഞാൻ എഴുതാൻ തുടങ്ങിയിട്ടുള്ള ബുക്ക് അള്ളാഹുവിൻ്റെ ഇഷ്ടങ്ങൾ എന്ന് പറഞ്ഞ ബുക്കാണ്. അപ്പോൾ ഞാനത് ആക്ച്വലി എഴുതാൻ തുടങ്ങുമ്പോൾ എനിക്കൊരു 5-6 ഏറി വന്ന 4-5 ഇഷ്ടങ്ങൾ മാത്രമേ അറിയുള്ളായിരുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് ഇപ്പോൾ ബുക്ക് എഴുതണമെങ്കിൽ ഗവേഷണം നടത്തണമല്ലോ, കുറേ ഡീപ്ലി സ്റ്റഡി ചെയ്തപ്പോൾ മനസ്സിലായി അള്ളാഹ്ക്ക് ഒരുപാട് ഇഷ്ടങ്ങളുണ്ട്, അള്ളാഹ് സ്നേഹിക്കുന്ന സ്നേഹമുണ്ട്, അള്ളാഹുവിൻ്റെ സ്നേഹിക്കുന്ന ഓരോ കാര്യങ്ങളുണ്ട്, അള്ളാഹു തൃപ്തിപ്പെടുന്നതുണ്ട്, തൃപ്തിപ്പെടുന്ന ദുആകൾ തന്നെ ഉണ്ട്, തൃപ്തിപ്പെടുന്ന അമലുകളുണ്ട്. അങ്ങനെ എത്ര കാര്യങ്ങളാണോ അള്ളാഹ്ക്ക് സന്തോഷം ഉണ്ടാകുന്നത്, പിന്നെ അള്ളാഹിൻ്റെ കാരുണ്യം കിട്ടുന്നത്. അങ്ങനെ ഒരു വലിയൊരു ബുക്കിലേക്കുള്ള റെഫറൻസ് ഇപ്പോൾ എഴുതി റെഡിയായി വെച്ചു. പക്ഷേ നോക്കുമ്പോൾ എന്താ SLRC മീറ്റിംഗ് ഫിക്സ് ചെയ്തുകൊണ്ട് അവർക്ക് ഒരുപാട് ബുക്ക് അടിക്കാനുണ്ട്, അപ്പോൾ പെട്ടെന്ന് പറ്റൂല എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഒന്ന് ഇവിടെ സ്ലോ ആക്കി, ഇനിയും കണ്ടൻസ് കൂട്ടാലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഈ അള്ളാഹിൻ്റെ ഇഷ്ടങ്ങളൊക്കെ വായിച്ച് നോക്കുമ്പോൾ അല്ല പഠിച്ച് നോക്കുമ്പോൾ ഭയങ്കര മിറാക്കിൾ തന്നെ. അവയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ ചെയ്യുന്നുണ്ട് കേട്ടോ, പക്ഷെ നമുക്ക് അറിയുന്നില്ല. ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മളെല്ലാ വുളു എടുക്കുമ്പോഴും എല്ലാ ഭക്തിയിലും പല്ലേക്കണം എന്ന് അള്ളാഹുവിന് ഇഷ്ടമുണ്ട്, പക്ഷെ അള്ളാഹു നമുക്ക് ബുദ്ധിമുട്ടാകുമെന്ന് വിചാരിച്ചാണ് അങ്ങനെ പറയുക, സുന്നത്താക്കാതിരുന്നത്. പക്ഷേ നമ്മളൊക്കെ എല്ലാ വുളുവിനും പല്ലേക്കുന്നതല്ല. അപ്പോൾ പല്ലേക്കുമ്പോൾ അല്ലാന്ന് വെച്ചാൽ ബ്രഷ് കൊണ്ട് വല്ലാണ്ട് ഹാർഡായിട്ടൊന്നും തേക്കരുത്. അങ്ങനെ തേക്കുമ്പോൾ മറ്റേ കുട്ടികളെ ബ്രഷോ അതല്ലെങ്കിൽ സോഫ്റ്റ് ബ്രഷൊക്കെ യൂസ് ചെയ്ത് തേക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ തേക്കുമ്പോഴൊക്കെ നമ്മളെ മനസ്സിലാവും, അത് വിചാരിച്ചാൽ ഞാനൊക്കെ പല്ല് തേക്കുക, അള്ളാഹിൻ്റെ തൃപ്തി കിട്ടും. പിന്നെ പല്ല് തേച്ചിട്ട് നമ്മൾ ഖുർആൻ പിന്നെ പല്ല് തേക്കുന്ന എന്തായാലും നിസ്കാരം ഫേസ് ചെയ്യുമ്പോഴാണ്. പിന്നെ ഖുർആൻ ഓതാനും എടുത്ത് നിസ്കരിക്കുക എന്നുള്ള ഉദ്ദേശത്തിലായിരിക്കില്ല എല്ലാ നേരം. അപ്പോൾ ആ മലക്കുകൾ നമ്മളെ ഓത്ത് കേൾക്കുമ്പോൾ മലക്കുകൾക്ക് ഇഷ്ടമാണല്ലോ പല്ല് കേൾക്കുന്നത്, അപ്പോൾ ആ ഒരു ഉദ്ദേശം. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ നമുക്ക് അള്ളാഹിൻ്റെ തൃപ്തി, അള്ളാഹിൻ്റെ ഇഷ്ടം, അള്ളാഹിൻ്റെ സ്നേഹം, അള്ളാഹിൻ്റെ കാരുണ്യം, അള്ളാഹിൻ്റെ സന്തോഷം, ഇങ്ങനെ പലതുണ്ട്. പക്ഷെ അതൊന്നും വേർതിരിച്ച് അറിയാനുള്ള വകുപ്പ് നമുക്കില്ല അല്ലേ. നമ്മൾ ഖുർആനിൽ കുറേ ഇങ്ങനെ കാണും, അത് അവിടങ്ങളിൽ പല കാര്യങ്ങളും ചിതറിയിട്ടാണ് ഉള്ളത്. അപ്പോൾ അതെല്ലാം കൂടെ ഒരുക്കി കൂട്ടി കൊണ്ടുവന്ന് നോക്കുമ്പോൾ ഏകദേശം എനിക്കറിയാവുന്നത് എൻ്റെ ലളിതമായ വിവരത്തിൽ വെച്ച് നോക്കുമ്പോൾ ഏകദേശം ഒരു 57 കാര്യത്തിൻ്റെ അടുത്തുള്ള അള്ളാഹുവിൻ്റെ ഇഷ്ടങ്ങൾ പറയുന്നത്, എൻ്റെ തൃപ്തിൻ്റെ കാര്യങ്ങൾ വേറെയും പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മളെ ജീവിതത്തിൽ പകർത്തുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു അത് തന്നെ മതി. ആക്ച്വലി നമുക്ക് മറ്റുള്ള ഒന്നും ചിന്തിക്കാൻ സമയം ഉണ്ടാവില്ല എന്ന് വേണം പറയാം. അല്ലെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങളോട് അല്ലേ, നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കുന്ന അല്ലേ ലോകത്തിലെ ഏറ്റവും വലിയ നഷ്ടക്കച്ചവടം എന്ന് വെച്ചാൽ ജനങ്ങളെക്കുറിച്ച് ചിന്തിക്കലും സംസാരിക്കലാണ് അല്ലേ. ഏറ്റവും വലിയ ലാഭക്കച്ചവടം പ്രോഫിറ്റബിൾ ബിസിനസ് എന്താ വെച്ചാൽ എബൌട്ട് അള്ളാഹ്, ദിക്റുല്ലാഹി അല്ലേ, അള്ളാഹിനെക്കുറിച്ച് വല ദിക്റുല്ലാഹി അക്ബർ അല്ലേ, അള്ളാഹിനെക്കുറിച്ച് ചിന്തിക്കലാണ്. അപ്പോൾ മാക്സിമം അതിന് വേണ്ടിയിട്ട് ഒരുപാട് സമയം അല്ലേ, എല്ലായ്പ്പോഴും നമ്മളെ ഉദ്ദേശം തന്നെ അത്. അടുക്കളയിൽ കയറുമ്പോൾ തന്നെ നമ്മൾ വിചാരിക്കാം ചോറ് വെച്ചുണ്ടാക്കിയിട്ട് അങ്ങനെ ലൊഹ നിസ്കരിക്കാൻ, ലൊഹറിന് അതിൻ്റെ മുമ്പേ അടുക്കളയിൽ നിന്ന് കയറാം അല്ലേ. ആ ഒരു നെയ്യത്തിലാണ് നമ്മൾ കയറുന്നത് തന്നെ. അല്ലെല്ലാം മാഷാ അല്ലാഹ്, അള്ളാഹു സ്വീകരിക്കട്ടെ അല്ലേ, കബൂൽ ചെയ്യുന്ന അമലുകളായി തീരട്ടെ. അപ്പോൾ പിന്നെ അത് പിന്നെ പറയുന്നുണ്ട് അള്ളാഹിൻ്റെ തൃപ്തിനെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് എത്ര മലക്കുകളാണ് മനുഷ്യന്മാർ ശുപാർശയായിട്ട് ആകാശലോകത്ത് ഇങ്ങനെ അലഞ്ഞ് തിരിഞ്ഞ് നടക്കുന്ന നബിമാരുണ്ടാവും, മലക്കുകളുണ്ടാവും, ഖുർആനുണ്ടാവും, പിന്നെ നമ്മുടെ സ്ഥലങ്ങളുണ്ടാവും അല്ലേ. 20 സാധനങ്ങളെല്ലാം നമുക്ക് സാക്ഷി പറയുമെന്നാണ് പറയുന്നത്. നമ്മുടെ നഫ്സ് പറയും, കൈ പറയും, കാല് പറയും, പിന്നെ നമ്മൾ നിന്ന സ്ഥലങ്ങൾ പറയും, പക്ഷിമൃഗാദികൾ പറയും, വാഹനങ്ങൾ പറയും. അങ്ങനെ ഒരുപാട് ശുഹദാക്കൾ, നബിമാർ അവരൊക്കെ നമുക്ക് വേണ്ടി ശുപാർശ പറയും പോലെ. പക്ഷെ ആ ശുപാർശക്കങ്ങനെ അനുമതി കിട്ടണമെങ്കിൽ എന്ത് വേണം?
അള്ളാഹുവിൻ്റെ റിളല്ലാഹി അല്ലേ, അള്ളാഹിൻ്റെ റിള ഉണ്ടെങ്കിൽ മാത്രമേ ഇവർക്കൊക്കെ അനങ്ങാൻ പറ്റുള്ളൂ അല്ലേ. മലക്കുകൾ ഇങ്ങനെ ഇങ്ങനെ മുട്ടി നിൽക്കുമ്പോൾ നമ്മളെ പല കാര്യത്തിനും നമുക്ക് വേണ്ടിയിട്ട് സാക്ഷി പറയാൻ, പക്ഷെ അള്ളാഹു സമ്മതിക്കണമെങ്കിൽ എന്ത് വേണം? അള്ളാഹിൻ്റെ റിള വേണം അല്ലേ. അപ്പോൾ നമ്മൾ ഇസ്ലാം ദീനിൽ പ്രവേശിച്ചാൽ ആദ്യമായിട്ടും ചെയ്യേണ്ടത് അള്ളാഹിൻ്റെ തൃപ്തി, അള്ളാഹിൻ്റെ സന്തോഷം, അതിനു വേണ്ടി പ്രവർത്തിക്കല്ലേ, എന്ത് പ്രവൃത്തി. അപ്പോൾ അങ്ങനെ മലക്കുകളും നബിമാരും ശ്രോതാക്കളൊക്കെ ശുപാർശ പറയാൻ റെഡിയായി നിൽക്കുമ്പോൾ അള്ളാഹു അവർക്കുള്ള അനുവാദം നൽകും. അപ്പോൾ അങ്ങനത്തെ ആൾക്കാരാണല്ലോ ഏകദേശം സിറാത്ത് കടന്നു വരിക. അപ്പോൾ അതുകൊണ്ടായിരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അന്ത്യനാളിൽ സിറാത്തിന്മേൽ ആളുകൾ വഹിക്കപ്പെടും. സിറാത്തിന്മേൽ ആളുകൾ പ്രവേശിക്കപ്പെട്ടാൽ സിറാത്തിൻ്റെ പാർശ്വം ചിലരെ നരകത്തിൽ വീഴ്ത്തും, ചിലരെ അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ട് രക്ഷപ്പെടുത്തൂലേ. അപ്പോൾ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ റഹ്മത്തുള്ളാഹില്ലേ, അള്ളാഹിൻ്റെ കാരുണ്യത്തിന് വേണ്ടിയിട്ട് എപ്പോഴും അള്ളാഹു അർഹംനി വർഫാനി വർസുഖ്നി വഹദിനി വാഫിനി എന്നുള്ളതിലായ അർഹംനി പറയുമ്പോൾ അത് മനസ്സിൽ കണക്ക് കൂട്ടി പറയണം അല്ലേ. അള്ളാഹുവേ എൻ്റെ കാരുണ്യം എനിക്ക് ആവശ്യമുണ്ട് റബ്ബേ, ഞാൻ ചെയ്ത അമലുകളും രാത്രി ഉറക്കമൊഴിഞ്ഞ് നിസ്കരിച്ചതും എത്രയോ പട്ടിണി കിടന്ന് നോമ്പ് നോറ്റതും അല്ലേ, നമ്മളെ ആവശ്യമുള്ള പൈസ നമ്മളെ കാര്യത്തിന് വെച്ചത്, ഇത് എത്തിക്കുട്ടീനെ കെട്ടിക്കാൻ കൊടുത്തതും ഒന്നും അവിടെ വിലപ്പോവില്ല അല്ലേ. നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ വിശന്നിരിക്കുമ്പോൾ ഒരു ഗസ്റ്റ് വന്ന് അവർക്ക് ഭക്ഷണം കൊടുത്ത് നമ്മൾ തിന്നില്ല അല്ലേ, അതൊന്നും തന്നെ അവിടെ പോവില്ല, എന്തില്ലെങ്കിൽ അള്ളാഹുവിൻ്റെ കാരുണ്യം ഇല്ലെങ്കിൽ. അങ്ങനെ കാരുണ്യം കൊണ്ട് രക്ഷപ്പെടുത്തു. ശേഷം മലക്കുകളും നബിമാരൊക്കെ ശുപാർശ പറഞ്ഞിട്ട് അവരെ ശുപാർശ കണക്കിൽ ആൾക്കാരെ സിറാത്തിലൂടെ കടന്നു പോകുന്നതിനെ കുറിച്ചിട്ട് അപ്പോൾ ശുപാർശ സ്വീകരിക്കുന്നു. അതിനടുത്ത് നരകത്തിനടുത്ത് വരാത്തവനായി ആരും തന്നെ ഇല്ല. നിന്റെ രക്ഷിതാവിൻ്റെ ഗണ്ഡിതമായ നടപ്പിലാക്കുന്നതുമായ തീരുമാനമാകുന്നത് അല്ലേ. വയും മിൻകും ഇല്ലാ വാരിദുഹ കാന അലാ റബ്ബിക ഹത്മൻ മഖ്ളിയ, അതായത് അള്ളാഹുവിൻ്റെ ഗണ്ഡിതമായ തീരുമാനമാണ്, അതിൽ യാതൊരു സംശയമില്ല. സ്വർഗത്ത് പോകുന്നവർക്കൊക്കെ നരകം കാട്ടിക്കൊടുക്കും, നരകത്തെ കാണാൻ പോകുന്നവർക്ക് സ്വർഗവും കാട്ടിക്കൊടുക്കും അല്ലേ. അപ്പോൾ അവർക്ക് എന്ത് വേണം? നിരാശ വേണം, അള്ളാഹുവിനെ ധിക്കരിച്ചതിലുള്ള ഒരു വിഷമം അവർക്ക് ഉണ്ടാവണം, അതുകൊണ്ടാണ് അവർക്ക് നരകം കാണുന്നത്. അതുപോലെ സിറാത്തിലൂടെ കടന്നു പോകലാണ് അബ്ദുല്ലാഹിബിന് മസൂദിനെ പോലുള്ളവർ പറയുന്നു. പിന്നെ ഇബ്നു കസീർ പിന്നെ തഫ്സീറിൽ, അതായത് സിറാത്ത് പാലത്തിലൂടെ അതിൻ്റെ നല്ല മനുഷ്യന്മാരൊക്കെ സുഖമായിട്ട് കടന്നു പോകും. സിറാത്തിലൂടെ സഞ്ചരിക്കുന്നതിനെ കുറിച്ചാണ് ഈ ഭൂരിഭാഗം മുഫസ്സിറുകളും പറയുന്നത്. അതിൽ ചിലരൊക്കെ അതിനെ നിഷേധിക്കുന്നവരുമുണ്ട് അല്ലേ. അതിനെ നിഷേധിക്കാൻ പറ്റും, ഇപ്പോൾ പറഞ്ഞു കേട്ടതൊക്കെ വെച്ചിട്ട് അവരുടെ കർമ്മങ്ങൾ അതിന് കാരണമായെന്ന് മാത്രം. അതുകൊണ്ട് തന്നെ സിറാത്തിലൂടെ കടന്ന് സ്വർഗത്തിൽ പ്രവേശിക്കുന്നതിനായി സത്യവിശ്വാസം ഉൾക്കൊണ്ട് ചെയ്ത സൽക്കർമ്മങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ചവരാണ് ആ കൂട്ടത്തിൽ പെടുക. അത്തരക്കാർ സിറാത്തിലൂടെ കടന്നു പോകുമ്പോൾ കാലിടറാതെ, അതായത് പറഞ്ഞല്ലോ പർവ്വതത്തോളം പ്രകാശത്തിൽ കാലിടറാതെ കടന്നു പോവും. പാപികളും മറ്റുള്ളവരും കടക്കുമ്പോഴോ സിറാത്ത് പാലം നേർത്തു പോകും, അപ്പോൾ അവർക്ക് നടക്കാനും കഴിയില്ല. താഴത്തുള്ള ദീനരോധനങ്ങളൊക്കെ കേൾക്കുമ്പോൾ അവരെ കാല് വിറച്ചു പോകും. സുമ്മനുനജ്ജിയല്ലദീന തഖൗവന വനദറു ളാലിമീന ഫിഹാ ജസിയ, അതായത് പിന്നീട് ധർമ്മനിഷ്ഠ പാലിച്ചവരെ നാം രക്ഷപ്പെടുത്തുകയും അക്രമികളെ മുട്ടുകുത്തിയവരായി നരകത്തിൽ പ്രവേശിക്കുകയും ചെയ്യുന്നു. അതുപോലെ അള്ളാഹു അമാനത്തിനെയും കുടുംബ ബന്ധത്തെയും സിറാത്തിന് അരികിലേക്ക് പറഞ്ഞയക്കും. അതായത് രണ്ട് ഭാഗത്ത് ഞാൻ പറഞ്ഞില്ല, രണ്ട് കൂട്ടർ നിൽക്കും, ഒന്ന് അമാനത്തും ഒന്ന് കുടുംബ ബന്ധവും. അവ കാത്തു സൂക്ഷിച്ച ആളുകളെ രക്ഷപ്പെടുത്തുന്നതിനായി അള്ളാഹുവിനോട് ശുപാർശ പറയുകയും അത് പാഴാക്കിയ ആളുകളെ നരകത്തിലേക്ക് വലിച്ചിടപ്പെടുകയും ചെയ്യും. ഭയങ്കര ഒരു അതാണ്, അത് വിഷയമാണല്ലേ. അതായത് കുടുംബ ബന്ധം പാലിക്കുക എന്ന് പറയുന്നത് വളരെ ടാസ്ക്കാണ് അല്ലേ. നമ്മൾ എത്ര തന്നെ സ്നേഹിച്ചാലും നമ്മൾ എന്ത് തന്നെ ചെയ്താലും അല്ലേ. അധികം ആളുകളും കാണും ഗൾഫിൽ നിന്ന് ഒരുപാട് സമ്പാദിച്ച് കുടുംബങ്ങളെ പോറ്റി ഇതാക്കി പെങ്ങന്മാരെ കല്യാണം കഴിച്ച് അനിയന്മാർക്കൊക്കെ ജോലിയും പഠിപ്പും ഒക്കെ ആയി അവസാനം ഇയാൾ പിന്നെ ഹാർട്ട് അറ്റാക്കായിട്ട് നാട്ടിലെത്തിയാൽ ഒരു ഗുളിക വാങ്ങാൻ കുടുംബത്തിൽ നിന്ന് ഒരു കുട്ടീനെ തിരഞ്ഞു നോക്കിയാൽ കാണൂല അല്ലേ. പോരാണെങ്കിൽ ഉമ്മൻ്റെയും ബാപ്പൻ്റെയും പേരിൽ ഓല് എഴുതിയും വെച്ചിട്ടുണ്ടാവും, അതും സെയിമായി അവകാശികൾ അല്ലേ. അങ്ങനത്തെ അവസ്ഥയിൽ നമ്മൾ ഒരുപാട് കുടുംബ ബന്ധങ്ങളെ കാണുന്നതാണ്. അപ്പോൾ കുടുംബ ബന്ധങ്ങളോട് പെരുമാറുമ്പോഴും അവർക്ക് കൊടുക്കുമ്പോഴും അവരോട് നിൽക്കുമ്പോഴൊക്കെ എന്താക്കണം, ഒരു സൂക്ഷ്മത നല്ലതാണ് അല്ലേ. ഒരു വിഷയത്തിലും നമ്മൾ തെറ്റാനും ഇടവരരുത്. ഇപ്പോൾ ഗൾഫിൽ പോയി വീടുണ്ടാക്കുമ്പോൾ സ്വന്തം പേരിൽ എഴുതണം, അത് ഉമ്മൻ്റെയും ഉപ്പൻ്റെയും പേരിൽ എഴുതി കഴിഞ്ഞാൽ എത്ര മക്കളുണ്ടോ അവർക്കെല്ലാം കിട്ടില്ല. അവർ സമ്മതിച്ചു കൊടുക്കുമോ? അവന് ചോര നീരാക്കിയ പൈസ ആണ്, അവൻ എടുത്തോട്ടെ. അവൻ്റെ കുട്ടികൾക്ക് ചിലപ്പോൾ കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ ഫീസ് വരെ ഉണ്ടാവില്ല. ഇതൊക്കെ
സംഭവങ്ങളാണ് അല്ലേ. അപ്പം അങ്ങനെയൊക്കെ പല പ്രശ്നങ്ങളും കുടുംബ ബന്ധങ്ങളിൽ ഉണ്ടെങ്കിൽ പോലും നമ്മൾ അതിനൊക്കെ എന്താക്കണം, തരണം ചെയ്ത് വളരെ ന്യായമായിട്ട് നിന്ന് പോകാമെന്നറിയുന്നതും അതൊരു ഭയങ്കര ക്ഷമൻ്റെ പീക്കാണത് അല്ലേ. ഭയങ്കര ക്ഷമ വേണം. അപ്പോൾ എന്നോടൊക്കെ ക്ലാസ്സിൽ നിന്നൊക്കെ ഓരോരുത്തർ പറയും, ഉസ്താ ഓരോ പിരിവ് വരുമ്പോഴൊക്കെ ഒരുപാട് തരണമെന്നുണ്ടെങ്കിൽ എന്താക്കും, നമ്മളെ തറവാട് വിറ്റിട്ടൊന്നും കിട്ടുന്നില്ല, ഇതെപ്പോഴാണ് എനിക്ക് കിട്ടുക, നമ്മൾ മരിച്ചിട്ട്. അപ്പോൾ അവരെ വിഷമം അപ്പോൾ പറയാൻ ഒരു രക്ഷയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ ഒരു സമയം ആക്കിയിട്ടുണ്ടാവും, എല്ലാത്തിനും ഉണ്ടാവുമല്ലോ അല്ലേ. ഖദ്ദറ അല്ലാഹു മാ ശാഅ ഫഅല. അള്ളാഹു എന്താണോ ഉദ്ദേശിച്ച സമയത്ത് അള്ളാഹു അത് ചെയ്യും അല്ലേ, അതിന് മുമ്പാവില്ല. അപ്പോൾ സിറാത്തിലൂടെ ഓരോരുത്തരും കടന്നു പോകുമ്പോൾ അള്ളാഹുവേ ഇവൻ കുടുംബ ബന്ധം ചേർത്തവനാണ് എന്നിങ്ങനെ പറഞ്ഞു കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ആരെങ്കിലും ഇപ്പോൾ ഇക്കൂട്ടത്തിൽ ഉണ്ടാവും, കുറേ അമലുകളൊക്കെ ചെയ്യും, പക്ഷെ എന്തെങ്കിലുമൊക്കെ നിസ്സാര കാര്യം പറഞ്ഞ് കുടുംബക്കാരോട് പിണക്കും വെളിയും. പക്ഷെ ആരെങ്കിലും ഇങ്ങോട്ട് പിണങ്ങാൻ വന്നോട്ടെ, നമ്മളത് വിഷയമാക്കണ്ട, നമ്മളതിന് മറുപടി പറയണ്ട. പക്ഷെ ചെയ്തവർക്കാവൂല, പറഞ്ഞവർക്കായിരിക്കും കുറ്റം അല്ലേ. ചെയ്തത് അവിടെ സൈലൻ്റ് ആക്കി വെക്കുന്നുണ്ട്, നമ്മളത് പറഞ്ഞു. അപ്പോൾ എല്ലാ വിധത്തിലും കുടുംബ ബന്ധത്തിനെ കുറിച്ചിട്ട് ഭയങ്കര എന്താ വെച്ചാൽ, കുടുംബ ബന്ധം പിന്നെ പുലർത്താത്തതിന് സ്വർഗത്തിൻ്റെ പരിമണം പോലും കിട്ടില്ല എന്നാണ് അല്ലേ. അപ്പോൾ അതൊക്കെ നമ്മൾ വല്ലാണ്ട് ശ്രദ്ധിക്കേണ്ട, കെയർ ചെയ്യേണ്ട സംഗതിയാണ് സിറാത്ത് പാലത്തിൻ്റെ വിഷയത്തിൽ. ഒന്ന് അള്ളാഹുവിൻ്റെ കാരുണ്യം വേണം, രണ്ട് ഒരുപാട് അമൽ സ്വാലിഹാത്തുകൾ, അള്ളാഹ്ക്ക് തൃപ്തിപ്പെട്ട അമൽ സ്വാലിഹാത്തുകൾ ചെയ്യണം, രണ്ട് കുടുംബ ബന്ധവും, പിന്നെ അതും മറ്റേ എന്താണ് അമാനത്തും അല്ലേ. പ്രത്യേകം ശ്രദ്ധിക്കുക. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞില്ല, എന്നോട് എൻ്റെ സുഹൃത്ത് ഒരു സ്വകാര്യം പറഞ്ഞു, അത് ഞാൻ എൻ്റെ സുഹൃത്തിന് കൈമാറി, എന്നിട്ട് അവളോട് പറഞ്ഞു, ആരോടും പറയുന്നു, അവളൊരു 5 ആൾ. അപ്പം എത്ര കുറ്റങ്ങൾ ഇങ്ങനെ എഴഞ്ഞു പോവുകയാണല്ലേ. ഒരിക്കലും സ്വകാര്യമായിട്ട് ഏൽപ്പിച്ച പൈസൻ്റെ കാര്യത്തിലൊക്കെ ചിലപ്പോൾ നമ്മൾ തിരിച്ചു കൊടുത്തെന്നിരിക്കും ഈ വിഷയങ്ങൾ. എന്നോടൊക്കെ അങ്ങനത്തെ വിഷയത്തിനെ കുറിച്ചൊക്കെ ചോദിച്ചാൽ പറയും, എന്ത് പറഞ്ഞിട്ടെന്താ, കഴുത്തിനകത്ത് വെച്ചാലും ഞാൻ പറയില്ല എന്നറിയും. അപ്പോൾ നിർബന്ധിച്ച് ചോദിക്കുന്നവർ ചോദിക്കില്ല. അതുപോലെ വേറെ ആരെങ്കിലും പറഞ്ഞാലും ഞാൻ അതിൻ്റെ അസ്ഥിവാരമൊന്നും തോണ്ടാൻ ഞാൻ പോകില്ല, ഞാൻ പറയും കേൾക്കണ്ടെന്നറിയും. അവർ പറയണ്ടെന്ന് പറഞ്ഞ വിഷയം നിങ്ങൾ പറയണ്ടെന്നറിയും. അപ്പോൾ അള്ളാഹുവെ രക്ഷപ്പെടുത്തണേ, അല്ലാഹുമ്മ സല്ലിം എന്നായിരിക്കും അന്നേരം എല്ലാവരും വായിലും ഉണ്ടാവുക അല്ലേ. സഹദാൻ ചെടിയുടെ മുള്ള് പോലെയുള്ള കൊളുത്തുകൾ, ഞാൻ പറഞ്ഞല്ലോ, കലാലീപുകളും ഉണ്ടായിരിക്കുന്ന ആ കലാലീപുകൾ നിങ്ങളിങ്ങനെ ആൾക്കാരെ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും നടന്നു പോയിക്കോട്ടെ എന്നല്ല വിചാരിക്കുക, ആ മുള്ള് കുടുങ്ങിയിട്ട് താഴോട്ട് വീഴട്ടെ ഒരു ആറ്റിറ്റ്യൂഡിലാണ് ആ നരകത്തിൻ്റെ മേലെയുള്ള സിറാത്ത് പാലത്തിൻ്റെ ഒരു നിൽപ്പുമൊക്കെ. ജനങ്ങളുടെ കർമ്മങ്ങൾക്കനുസരിച്ചായിരിക്കും നരകത്തിലേക്ക് അവരെ എടുത്തെറിയപ്പെടുക. സത്യവിശ്വാസികൾ പാലത്തിലൂടെ രക്ഷപ്പെട്ടാൽ ദുനിയാവിലെ പരസ്പരമുള്ള പ്രതികാരം തീർക്കാൻ വേണ്ടി ഖൻത്വറ എന്ന സ്ഥലത്ത് ഒരുമിച്ച് കൂട്ടുകയാണ്. അബി സഈദ് അൽ ഖുദരി റഹിമഹുല്ലാഹി അലൈഹി പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഇദാ ഖലസൽ മുഅ്മിനൂന മിനന്നാരി ഹുബിസു ബിഖൻത്വറത്തിൻ ബൈനൽ ജന്നതി വന്നാറി ഫതഖാസ്സൂന മളാലിമ കാനത്ത് ബൈനഹും ഫിദ്ദുനിയ. അതായത് നരകത്തിൻ്റെയും സ്വർഗത്തിൻ്റെയും ഇടയിലുള്ള ഒരു സ്ഥലമാണ്. അങ്ങനെ അവർ സംസ്കരിക്കപ്പെടുകയും ശുദ്ധീകരിക്കപ്പെടുകയും ചെയ്ത ശേഷം സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ അനുമതി ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ സിറാത്ത് പാലം കടന്നു കഴിഞ്ഞാലും ചിലർക്കൊക്കെ പറയാനുണ്ടാവും, ഇന്നോളങ്ങനാക്കി ഇങ്ങനാക്കി, അല്ലെങ്കിൽ എത്രയോ പൈസ തരാണ്ട്, ഇന്നെക്കൊണ്ട് അത് പറഞ്ഞ് ഇത് പറഞ്ഞ്, അങ്ങനത്തെ വിഷയങ്ങളൊക്കെ ഉണ്ടാവും തോന്നുന്നു. അതൊക്കെ തീർക്കുന്ന ഒരു സ്ഥലമാണ് ഖൻത്വറ. അപ്പോൾ ചില ആളുകൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും നരകത്തു നിന്ന് എങ്ങനെയെങ്കിലുമൊക്കെ രക്ഷപ്പെടും അല്ലേ. അവർ ആർക്കെല്ലോക്കെ ഏതെല്ലോ ഉപകാരപ്പെടുന്ന ബുദ്ധിമുട്ടുന്ന അവസരങ്ങളിൽ എന്തൊക്കെയോ കൊടുത്ത് സഹായിച്ചിട്ടുണ്ടാകാം. അതുകൊണ്ടായിരിക്കാണ് അള്ളാഹു അവരെ രക്ഷപ്പെടുത്തുന്നത് അല്ലേ. ഒരടിമ തൻ്റെ സഹോദരനെ സഹായിച്ചു കൊണ്ടിരിക്കുമ്പോഴൊക്കെ അള്ളാഹു അവനെ സഹായിച്ചു കൊണ്ടിരിക്കുന്നതാണ് പറയുന്നത്. അങ്ങനെ ഹത്താ ഇദാ നുഖിയ ഹോദബു ഉദിനു ലഹും ബിദുഖൂലിൽ ജന്ന. അതായത് നരകത്തിൽ നിന്ന് സത്യവിശ്വാസിയെയും പിന്നെ സത്യവിശ്വാസികൾക്ക് നരകത്തിൻ്റെയും സ്വർഗത്തിൻ്റെയും ഇടയിലുള്ള ഖൻത്വറയിൽ പരസ്പരം പ്രതികാരം തീർക്കുകയും പിന്നെ സംസ്കരിക്കുകയും ശുദ്ധീകരിക്കുകയും ചെയ്ത ശേഷം സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ അനുമതി ലഭിക്കുന്നു. ബിൽ ജന്നത്തി അദലു ബി മൻസിലിഹി കാന ഫിദ്ദുനിയ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആത്മാവ് ആരുടെ കയ്യിലാണോ സത്യം, ഒരാൾ തൻ്റെ വീട് എവിടെയാണെന്ന് അറിയുന്ന പോലെ തൻ്റെ സ്ഥാനം എവിടെയാണെന്ന് അറിയുന്നു. അതായത് സ്വർഗത്ത് പോയാൽ നമ്മളെ വീട് അന്വേഷിച്ചൊന്നും നടക്കേണ്ട ആവശ്യമില്ല. അതൊരു ഭയങ്കര മിറാക്കിൾ തന്നെയാണ് അല്ലേ. സ്വർഗം എന്ന് പറയുന്നത് ഏതോ കാലം ഉണ്ടാക്കി പഠിച്ചതാണെങ്കിൽ പോലും
പിന്നെ ആകാശവും ഭൂമിയൊക്കെ തട്ടി നിരപ്പാക്കി സ്വർഗം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ആ സ്വർഗത്തിലെ വീട് നമ്മളാരും ജീവിതത്തിൽ കണ്ടിട്ടുമില്ല, കേട്ടിട്ടേ ഉള്ളൂ അല്ലേ. നല്ല ഉറപ്പില്ലാത്ത കേസാണ്. പക്ഷെ അത് എവിടെയാണെന്ന് നമ്മൾ പിന്നെ കാണുന്നാണ് പറയുന്നത്. അതായത് എൻ്റെ വല്ലതീ നഫ്സി ബിയദിഹി, അതായത് എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അത് നമ്മൾ കാണുക തന്നെ ചെയ്യും. ഖിയാമത്ത് നാളിൽ മരണത്തെ കൊണ്ടുവന്ന് സിറാത്തിൽ മുകളിൽ നിർത്തും. എന്നിട്ട് സ്വർഗവാസികളെ എന്ന് വിളിക്കപ്പെടും. തങ്ങൾ ഉള്ളിടത്ത് നിന്ന് പുറന്തള്ളപ്പെടുമോ എന്ന ഭയം അവരിങ്ങനെ കാത്തു നിൽക്കുകയാണ്. ഇത് സിറാത്ത് പാലം കഴിഞ്ഞു. പിന്നെ ഈ എന്താണ് സ്ഥലം ഉണ്ടല്ലോ, നമ്മുടെ നരകത്തിന് സിറാത്ത് പാലത്തിൻ്റെ ഇടയ്ക്കുള്ള സ്ഥലം, പിന്നെ ആ സ്ഥലത്തിലുള്ള നിൽപ്പും കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ എന്താ ചെയ്യുന്നത്, പിന്നെ മരണത്തിനെ കൊണ്ടുവരിക. മരണത്തിനെ കൊണ്ടുവന്നിട്ട് ചോദിക്കും, ഇത് മരണമാണ്, നരകവാസികളെ എന്ന് വിളിക്കപ്പെടും. അപ്പോൾ അവർ വിചാരിക്കുക നമ്മളെ നരകത്തുനിന്ന് ഇങ്ങോട്ട് കഴിച്ചലാക്കും. സ്വർഗവാസികൾ വിചാരിക്കും പഠിച്ചോനെ ഇനിയും സ്വർഗത്തുനിന്ന് നരകത്തിലേക്ക് ഇടും എന്ന പേടി അവർക്കും ഉണ്ടാവില്ലേ. പുറത്തേക്ക് പോകുമോ എന്ന സന്തോഷത്തോടെ നരകവാസികളും വരും. എന്നിട്ട് ചോദിക്കപ്പെടും, ഇത് മരണമാണ്. അങ്ങനെ അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം സിറാത്തിനെ പിന്മേൽ വെച്ച് മരണം അറുക്കപ്പെടും. മരണത്തിനെ 2 കഷ്ണാക്കും. എന്നിട്ട് പറയും, വിഭാഗക്കാരോടുമായിട്ട് പറയും, നിങ്ങൾ 2 കൂട്ടരും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതിൽ ശാശ്വതമാണ്, നിങ്ങൾക്ക് മരണമില്ല. അതായത് സ്വർഗവാസികളാണെങ്കിൽ അവർക്ക് അവിടെ മരണമില്ല, അവിടെ വെള്ളപ്പൊക്കമില്ല, മറ്റുള്ള ബുദ്ധിമുട്ടുകളില്ല, ഡിവോഴ്സുകളില്ല, വേറെ പ്രശ്നങ്ങളില്ല, രോഗങ്ങളില്ല, അവരതിൽ തുടരും. പിന്നെ നരകക്കാരാണെങ്കിലോ അവരെന്തെല്ലാണോ അവർക്ക് അവിടെ കിട്ടുന്നത് അത് അവസ്ഥയെ തന്നെ അല്ലേ. അങ്ങനെ തീ ഇട്ട് അവിടെ പിന്നെ തൊലികളൊക്കെ ഉരുകി ഇറച്ചി ഇങ്ങനെ ഒഴുകി പോവും. എന്നിട്ട് എല്ലും മാത്രം ബാക്കിയാവും, പിന്നെയും തൊലി ഉണ്ടാവും അല്ലേ. അങ്ങനെ ശരീരത്തിൻ്റെ ഒരു ഭാഗത്തു കൂടെ പിന്നെ കുന്തം കടത്തി മറ്റേ ഭാഗത്തു കൂടെ വരുത്തും. എന്തെല്ലാം രീതിയിലുള്ള അക്രമങ്ങൾ അവിടെ ചെയ്യാൻ പറ്റും അതൊക്കെ അങ്ങനെ സഹിച്ചു കൊണ്ടേ നിൽക്കണം. അതല്ലാ, അത്തരത്തിലുള്ള എല്ലാവിധ പ്രയാസങ്ങളിൽ നമ്മുടെ കുടുംബത്തെയും നമ്മുടെ ഭാവി തലമുറയിലെ ഇനി ജനിക്കാനുള്ള മക്കളെയും അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. പിന്നെ സിറാത്ത് പാലം ഉണ്ടോ എന്ന വിഷയത്തിൽ അഹ്ലുസുന്നത്തിൻ്റെ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമേ ഇല്ല. മുൻഗാമികളുടെ ഗ്രന്ഥങ്ങളിലെല്ലാം തന്നെ ഇത് സ്ഥാനം പിടിച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോ വിഷയത്തിലെ ആൾക്കാർ ചില നികൃഷ്ടവാദികൾ ചോദിക്കും, സിറാത്തോ അതിൻ്റെ മേലെ എങ്ങനെ അല്ല നരകത്തിൻ്റെ മേലെ ഒരു പാലമോ, ആ പാലം നരകത്തിലെ തീ തട്ടിയാൽ കത്തി കരിഞ്ഞൂലേ എന്നൊക്കെ ചോദിക്കും അല്ലേ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അക്കീദ വിവരിക്കുന്ന ഗ്രന്ഥത്തിൽ ഇപ്രകാരം പറയുന്നു, അന്ത്യനാളിലും വിചാരണയിലും രക്ഷാശിക്ഷകളിലും സിറാത്തിലും മിഷാനിലും ഒക്കെ നമ്മൾ വിശ്വസിക്കൽ ഒരു മോമിനിൻ്റെ ആദ്യത്തെ ലക്ഷണമാണ്. സിറാത്തിനെ വിശദീകരിച്ചു കൊണ്ട് അല്ലാമ ഇബ്നു അബിൽ റഹിമഹുല്ലാഹ് പറയുന്നു, നാം സിറാത്തിൽ വിശ്വസിക്കുന്നു, അതിന് മുകളിലുള്ള ഒരു പാലമാണെന്നും വിശ്വസിക്കുന്നു അല്ലേ. അത് അന്നേരം അള്ളാഹു ഫിറ്റ് ചെയ്യുന്ന ഒരു പാലമാണ്. സിറാത്ത് നരകത്തിൻ്റെ പാലം എന്ന അധ്യായം തന്നെ പിന്നെ ഉണ്ട്. സിറാത്തിൻ്റെ വിഷയത്തിൽ ധാരാളം തെളിവുകളും സ്ഥിരപ്പെട്ടിട്ടുണ്ട്. എന്നിട്ട് പോലും സിറാത്തിനെ നിഷേധിക്കുന്നവരും ഇല്ലായ്കയില്ല. ഞാൻ പറഞ്ഞല്ലോ, സിറാത്ത് എന്ന് പറയുമ്പോൾ അതെന്ത് പാലാണത്, നരകത്തിൻ്റെ മേലെ ഒരു പാലം കൊണ്ടുവച്ചാൽ പാലം കത്തിപ്പോവില്ല. പാലം അതിന് മരത്തിൻ്റെ ആണെന്ന് ഇവരോട് ആരാ പറഞ്ഞത് അല്ലേ, നമുക്കറിയില്ല അതെന്താണെന്ന്. ഐഷ റളിയല്ലാഹുവിൽ നിന്ന് നിവേദനം ചെയ്ത ഹദീസിൽ ഭൂമിയിൽ ഈ ഭൂമിയല്ലാതെ മറ്റൊന്നായും അപ്രകാരം ആകാശങ്ങളും മാറ്റപ്പെടും എന്ന ആയത്തിനെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു. ആ ദിവസം ജനങ്ങൾ എവിടെയായിരിക്കും? അപ്പോൾ സിറാത്തിലായിരിക്കും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടി പറഞ്ഞിട്ട്. അതായത് സിറാത്തിന് അരികിലായിരിക്കും എന്ന് പറയുന്നതുകൊണ്ട് സിറാത്തിലായിരിക്കും എന്നും പറയുന്നുണ്ട്. സിറാത്തിന് മിന്നൽ വേഗത്തിലും കാറ്റിൻ്റെ വേഗത്തിലും പക്ഷികൾ പറക്കുന്ന വേഗത്തിലും മനുഷ്യർ ഓടുന്ന വേഗത്തിലുമെല്ലാം ആളുകൾ കടക്കുമെന്ന് സഹീഹ് മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അൽഹംദുലില്ലാ, മാഷാ അല്ലാഹ്. അതായത് കുന്നോളം പ്രകാശത്തിൽ തന്നെ നമ്മളിലെ ഹൈ സ്പീഡിൽ കടക്കാനില്ല, ഒരു കുതിരക്കാരൻ്റെ വേഗതയിൽ കടക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല വിധി കൂട്ടുമാറാകട്ടെ. കുറ്റവാളികളെ മലക്കുകൾ നരകത്തിലേക്ക് പിടിച്ചുകൊണ്ട് എറിയുകയാണ് സത്യം. പരിശുദ്ധ ഖുർആനിൽ 100-ൽ പരം സൂക്തങ്ങളിൽ വിവരിക്കുന്നുമുണ്ട് ഈ വിഷയം. അതായത് കുറ്റവാളികളെ നരകത്തിലേക്ക് ഇടുന്നതും മുനാഫിക്കുകളും മറ്റുള്ളവരും പാലത്ത് കയറുന്നതിനെ സംബന്ധിച്ചിട്ടുള്ള ഓരോ വിശദാംശങ്ങൾ കുറേ ഹദീസുകളിലും ഒക്കെ കാണാം. സിറാത്തിനെ വിശദമായി വിവരിച്ച് തന്നിട്ടും അത് അജ്ഞാതം ആണെന്ന് പറയുന്നത് ഭയങ്കര വിഡ്ഢിത്തമാണ്. പിന്നെ
സൂറത്ത് സുമറിലെ മറ്റൊരായത്ത് ഖീല ദുഖുലുൽ അബ്വാബ ജഹന്നമ ഖാലിദീന ഫീഹാ ഫബിഅസ മസ്വൽ മുതകബ്ബിരീൻ ല്ലേ. അതായത് നരകവാസികളെ ഒന്നിച്ച് നരകത്തിലേക്ക് ഇടുന്ന സമയത്ത് വാതിലുകളുടെ കടന്നുകൊള്ളുക. ഖീല ദുഖുലുൽ അബ്വാബ ജഹന്നമ, നരകത്തിലേക്ക് കടന്നു പോവുക എന്ന് പറയുമ്പോൾ ഇല്ലേ, എന്താണ് അവിടുത്തെ ഒരു സ്ഥലം എന്ന് വെച്ചാൽ ഭയങ്കര മോശമായ താവളം എന്ന് പറഞ്ഞാൽ, അതായത് നമ്മൾ എത്രയോ ദിവസം ഓവ് ചാലുണ്ടാവില്ലേ, ചളി കെട്ടിക്കിടക്കുന്ന ഓവിലെ വെള്ളം, അതൊക്കെ ആയിരിക്കും പോലെ ദാഹിച്ചാൽ കുടിക്കാൻ തരും. അതല്ലെങ്കിൽ പിന്നെ മുറിവ് പഴുത്ത് പിന്നെ ഒലിക്കുന്ന ചീഞ്ചലം, അത് ദാഹിച്ചാൽ തരുന്നതാണ്. അത് ഒന്നുകിൽ ഭയങ്കര തണുപ്പായിരിക്കും, അല്ല തണുത്തിട്ട് വെള്ളത്തിന് തൊണ്ടയിൽ കൂടെ അങ്ങോട്ട് ഇറങ്ങൂലല്ലേ, അതല്ലെങ്കിൽ ഒടുക്കത്തെ ചൂട്, അതൊക്കെയാണ് തരുക. ദാഹത്തിനാണെങ്കിൽ ഒരു കണക്കും ഉണ്ടാവില്ലല്ലോ, അതന്നെ നിലവിളിച്ചാൽ തരുന്നതാണ്. ഈ ഓവിലെ വെള്ളമൊക്കെ നമ്മൾ എത്ര ദാഹിച്ചാലും കുടിക്കുമോ അല്ലേ. പഠിച്ചോനെ മാതല്ല, നരകത്തിനെ കുറിച്ച് വായിച്ചാൽ കേട്ടാൽ അത് മതി നമുക്ക് ഉറക്കം നഷ്ടപ്പെടാൻ. പിന്നെ സ്വർഗത്തിൽ പോകുന്ന ആൾക്കാരെ കുറിച്ചും സുമറിൽ പറയും. നമ്മൾ ദിവസം ഓതുന്ന സൂറത്താണ് കേട്ടോ. വസീഖല്ലദീന തഖൗ റബ്ബഹും ഇലൽ ജന്നത്തി സുമറ, അതായത് തങ്ങളുടെ നാഥനോട് ഭക്തി പുലർത്തിയവർ കൂട്ടം കൂട്ടമായി സ്വർഗത്തിലേക്ക് ആനയിക്കപ്പെടും. ഹത്താ ഇദാ ജാഉഹാ ഫുതിഹത് അബ്വാബുഹാ, അവർ സ്വർഗത്തിൻ്റെ അടുത്തെത്തിക്കഴിഞ്ഞാൽ വാതിലുകൾ തുറക്കപ്പെടും. വഖാല ലഹും ഹസനത്തുഹാ, അവിടെ നിന്ന് അവരുടെ കാവൽക്കാർ പറയും, സലാമുൻ, നിങ്ങൾക്ക് സമാധാനം, അലൈക്കും തിബുത്തും ഫദ്ഖുലൂഹാ ഖാലിദീൻ, നിങ്ങൾ അതിൽ ശാശ്വതമായിട്ട് വസിച്ചു കൊള്ളുക അല്ലേ. ഇവിടെ വീട്ടിൽ താമസിക്കുമ്പോൾ, ദുനിയാവിൽ താമസിക്കുമ്പോൾ യാതൊരു ഉറപ്പില്ല, എപ്പോഴാണ് വെള്ളപ്പൊക്കം, എപ്പോഴാണ് ഭൂകമ്പം, എപ്പോഴാണ് ഖിയാമത്ത് നാൾ അല്ലെ, എപ്പോഴാണ് ഈ വീട് വിറ്റ് പോവുക, പൈസ ഒന്നും ഉണ്ടാവുക എന്നൊക്കെ വിഷയത്തിൽ നമ്മൾ സംശയാലുക്കളാണ്. പക്ഷെ അവിടെ അങ്ങനത്തെ ഒരു സംശയത്തിന് ഒരു വകുപ്പില്ല. ഈ അധ്യായത്തിനെ സംബന്ധിച്ചിട്ട് ഇബ്നു ഹജർ അസ്ഖലാനി പറയുന്നു, വിശ്വാസികൾക്ക് സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ വേണ്ടി നരകത്തിലെ മുകളിൽ സ്ഥാപിക്കുന്ന പാലമാണ്, അതായത് ഫതുഹുൽ ബുഖാരിയിലുള്ളതാണ്. അതിനെ സംബന്ധിച്ച് സംശയാലുക്കളുള്ള ആളുകൾ ഉള്ളത് കൊണ്ടാണ് വീണ്ടും വീണ്ടും ഇങ്ങനെ ഓരോ ഹദീസിൻ്റെ പേര് പറയുന്നത് കേട്ടോ. കഴിഞ്ഞ ദിവസം പിന്നെ ഞാൻ ക്ലാസ് എടുത്തിട്ടില്ലേനോ, പള്ളിയിൽ സ്ത്രീ പള്ളി പ്രവേശനം, അതിൻ്റെ ഹദീസുകളും തെളിവുകളൊക്കെ, അതെല്ലാം കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ടൊരു കുട്ടി ചോദിക്കുകയാണ്. പക്ഷെ അവർക്ക് അറിയായിട്ടായിരിക്കാം ചോദിക്കുന്നത്. അതായത് പള്ളിയിൽ പോയാൽ അത്രയൊക്കെ കൂലി ഉണ്ടോ, പള്ളിയിൽ പോകുന്നതിനെ പറ്റി കൂലികളെ കുറിച്ചിട്ട് വല്ല ഹദീസും ഉണ്ടോ. ഞാൻ കുറേ എല്ലാ ഹദീസുകളെ പേരോടുകൂടി, ആയത്തുകളെ പേരോടുകൂടിയാണ് ഞാൻ പറഞ്ഞത് തന്നെ ക്ലാസ് എടുത്ത് കേട്ടോ. പിന്നെ ചോദിക്കും, ഉത്തമം പള്ളിയാണെന്ന് പറഞ്ഞല്ല, വീടിൻ്റെ ഉള്ളിലൊന്ന് അങ്ങനെ നിസ്കരിച്ചൂടെ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഓരോ വിഷയം പറയുമ്പോൾ അതിൽ ഏത് ഗ്രന്ഥത്തിലാണ്, ആരാണ് രേഖപ്പെടുത്തിയെന്നൊക്കെ പറയുന്നത്. പിന്നെ സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹും അവൻ്റെ റസൂലും ഈ വിഷയത്തിൽ എന്ത് പറഞ്ഞിട്ടുണ്ടോ അതൊന്നും കൂട്ടാതെ കുറയ്ക്കാതെ അല്ലേ, എന്ത് കാര്യമാണെങ്കിലും അത് ഹലാൽ മാത്രം ചെയ്യുക, ഹറാമ് പിന്തള്ളുക. ആ വിഷയത്തിൽ ഞാൻ പിന്നെയും പറയാണ്, തഖുല്ലാഹ ഹത്താ മനിസ്തതഅ്തു, നമ്മുടെ സാധിക്കാവുന്ന വിഷയത്തിൽ അല്ലേ. ചില കാര്യങ്ങളൊക്കെ നമ്മൾ എത്ര സൂക്ഷിച്ചാലും ചിലപ്പോൾ നമുക്ക് നോമ്പ് പിടിച്ചിട്ടോ വേറെ എന്തെങ്കിലും വിശന്നിട്ടോ ഭയങ്കര ക്ഷീണമോ ഭയങ്കര ടെൻഷനൊക്കെ ഉള്ള സമയത്താണെങ്കിൽ എന്തെങ്കിലും സംസാരിക്കുമ്പോൾ നമ്മളെന്തെങ്കിലുമൊക്കെ സബറ് വിട്ട് സംസാരിച്ച് പോകും. അങ്ങനെയൊക്കെ സംസാരിക്കുന്ന സമയത്തിൽ ഇസ്തിഗ്ഫാർ ചെയ്ത് പാപമോചനം ചെയ്ത് തൗബ ചെയ്ത് മടങ്ങി വരിക അല്ലേ. മനുഷ്യനാണ്, തെറ്റുകൾ സംഭവിക്കും. അതായത് കുല്ലുബനി ആദം നബിയുടെ മക്കളെ കുറിച്ചിട്ടുണ്ടല്ലോ ഒരു ഹദീസ്. ആ ഹദീസിൽ പറയുന്നുണ്ട്, അതായത് ആദം നബിയുടെ മക്കളെല്ലാം പിന്നെ പാപികളെ, കുല്ലുബനി ആദമ ഹത്താവുൻ ഹൈറു ഹത്താവുൻ അത്തവാബുൻ അല്ലേ. ആദമിൻ്റെ മക്കളെല്ലാം തന്നെ പാപികളാണ്, പാപം ചെയ്യുന്നവരാണ്. അതിൽ പാപം ചെയ്യുന്നവരിൽ ഏറ്റവും ഉത്തമ തൗബ ചെയ്ത് മടങ്ങുന്നവരാണ്. അപ്പോൾ സിറാത്തിനെ എതിർക്കുകയോ നിഷേധിക്കുകയോ വ്യാഖ്യാനിക്കുകയോ ചെയ്യാതെ അത് അംഗീകരിക്കുകയോ, അതിനെക്കുറിച്ചിട്ട് ചോദിക്കാനൊന്നും വകുപ്പില്ല. എന്ത് പാലം, ഇത് മരത്തിൻ്റെതാണോ, കത്തിപ്പോവോ, അതിനെക്കുറിച്ച് അള്ളാഹുവിൻ്റെ ഒരു ഖദറുകളെക്കുറിച്ച് കുതിറത്തുകളെക്കുറിച്ചൊന്നും ഈ അസ്മാഉൽ ഹുസ്ന പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ചോദിക്കാൻ തോന്നൂല. കാരണം അതിൽ വെറും പിന്നെ അതായത് 100-ൽ 1 ഒഴികെ 99 നാമങ്ങളാണ് പറയുന്നതെങ്കിലും അത് 99 ഒന്നല്ല, അത് ഒരു 500 600 എത്രയോ നാമങ്ങൾ
ഉണ്ട്. അതെല്ലാം അള്ളാഹുവിൻ്റെ സിഫാത്തുകളാണല്ലേ, ഓരോന്നും ഓരോന്നും. അള്ളാഹു വനിയാണ്, ഹമീദാണ്. എന്ന് വെച്ചാൽ അള്ളാഹിനെ പോലത്തെ വലിയ കൊടീശ്വരനില്ല, റഹ്മത്ത്, അള്ളാഹിനെക്കാളും വലിയ റഹ്മത്ത് തരുന്ന, റഹ്മത്ത് ആർക്കും തരാൻ പറ്റില്ല, അള്ളാഹ്ക്ക് മാത്രമേ തരാൻ പറ്റുള്ളൂ അല്ലേ. ഹമീദാണ്, സുത്യർഹനാണ്. അങ്ങനെ 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 അള്ളാഹിൻ്റെ പേരുകൾ പഠിച്ചു കഴിഞ്ഞാൽ അത് നിർബന്ധമായിട്ട് പഠിക്കേണ്ടേ. അള്ളാഹിനെ മനസ്സിലാക്കണമെങ്കിൽ ശരിക്കും യസ്മാഉൽ ഹുസ്നൻ്റെ ഡെഫിനിഷൻ മനസ്സിലാക്കുക തന്നെ വേണം. അപ്പോൾ അത്തരത്തിൽ സത്യവിശ്വാസിയായിട്ട് ജീവിച്ച് മരിച്ചു പോകുവാൻ വിധി കൂട്ടുമാറാകട്ടെ. ഇത്തരത്തിലുള്ള ഇങ്ങനത്തെ അവസ്ഥയിൽ ഈ പാലത്തിനെ കുറിച്ച് പറഞ്ഞല്ലോ അല്ലേ. ഇതിൽ 2 രക്ഷകളേ ഉള്ളൂ. ഒന്ന് അമാനത്ത് സൂക്ഷിക്കുകയും ചെയ്യുക, രണ്ടാമത്തത് പിന്നെ കുടുംബ ബന്ധം പാലിക്കുകയും ചെയ്യുക, പിന്നെ അള്ളാഹു പറഞ്ഞിടത്തിലോളം ഏറ്റവും നല്ല രീതിയിൽ അഫ്ളലായിട്ട് തന്നെ അമലുകളൊക്കെ ചെയ്യുക. ആ ചെയ്യുമ്പോൾ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട അമലുകൾ, കുറേ അമലുകൾ ഉണ്ടാവില്ലേ, ഒന്നൊക്കെ കുരുക്കളെ നെഞ്ചത്ത് അല്ലെങ്കിൽ കളരിക്ക് പുറത്തു നിന്നുള്ള പാകത്തിലായി പോകരുത്. ഏറ്റവും അത്യുത്തമമായ അമലുകൾ നോക്കിയിട്ട് ചെയ്യുക അല്ലേ, ഏറ്റവും പ്രതിഫലമുള്ള കാര്യങ്ങൾ നോക്കിയിട്ട്. അതുപോലെ തന്നെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ നമ്മളെ മനസ്സിലൊന്ന് കാണുക. അങ്ങനെ ഒരു സിറാത്ത് പാലത്തിൻ്റെ ഒരു ഇമാജിനേഷൻ നിങ്ങൾക്കെല്ലാം കിട്ടിയല്ലോ അല്ലേ, ഇങ്ങനെ ഇങ്ങനെ ആയിരിക്കും ഈ പാലം എന്നുള്ളത്. അപ്പോൾ ആ പാലത്തിൽ കൂടെ കടന്നു പോകണമെങ്കിൽ എന്ത് പിന്നെ കുറ്റം ചെയ്യുമ്പോഴും തെറ്റ് ചെയ്യുമ്പോഴൊക്കെ മനസ്സിലാക്കുക, ഇതിൻ്റെ പോലെ കടന്നു പോകണമെങ്കിൽ കുറച്ച് ടാസ്ക്കാണ്, അതൊന്നും നമ്മൾ ശ്രദ്ധിക്കണമെന്നില്ല. ഇൻഷാ അല്ലാഹ് ബില്ലാഹി തൗഫീഖ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അല്ലാഹുമ്മ ഗ്ഫിർ ലി വലിവാലിദയ്യ വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാ മിൻഹും വൽ ഇന്നക മുജീബുദ് ദഅവാത്ത് യാ ഖാദിയൽ ഹാജാത്ത്. اللهم اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا افرغ علينا صبرا وتوفنا أقدامنا وانصرنا على القوم الكافرين. ربنا لا تجعلنا فتنة لقوم الظالمين ونجنا برحمتك من قوم الكافرين. اللهم لي ولوالدي وللمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك ونتوب إليك. آمين برحمتك يا أرحم الراحمين. وصلى الله على